വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ തുടർമാനമായി ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 13 ക്ലാസ്സുകളും വളരെ അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ക്ലാസ് അനേകർ പങ്കെടുക്കുവാനും യൂട്യൂബില് അനേകർ ആ ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനം ലഭിക്കുന്ന സമയങ്ങളിൽ നന്നായി നിങ്ങൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധ്യത്തോടെ ദൈവത്തിന്റെ വചനം തുടർന്നും പഠിച്ച് മുൻപോട്ട് പോകാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ നിശ്ചയമായും നിങ്ങളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ സൂം വഴിയായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നമ്മൾ അതാത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ നോട്ട്സ് ഫോളോ അപ്പ് ചെയ്യണം. ആ നോട്ട്സ് നിങ്ങൾ വായിക്കണം. അതുപോലെ നമ്മൾ പഠിക്കുന്ന ബൈബിളിലെ അധ്യായവും നിങ്ങൾ മുടക്കം കൂടാതെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഭാഗങ്ങളും വായിച്ച് നോട്ട്സും വായിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയം വന്നാൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ടും നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്നുകൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ 14ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കും ഞങ്ങളുടെ പ്രിയനാഥനെ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം തുടർമാനമായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 13 ക്ലാസ്സുകളിലും കർത്താവിന്റെ നിറവാർന്ന സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനം പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട നിമിഷങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ അങ്ങയുടെ വചനത്തിന് മുൻപാകെ അവർ മാറ്റിവെക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരാൻ സ്വർഗമിടവരുത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ ഈ ക്ലാസ്സിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് തുറക്കണമേ. പ്രാപ്തിയില്ലാത്ത ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആദ്യയുടെ അവസാനം തിരുകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. നാദപ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മൾ ഇന്ന് 14ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് ലേവ്യ പുസ്തകമാണ്. ലേവ്യ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിളിലെ 4ാമത്തെ പുസ്തകമാണ് സംഖ്യാപുസ്തകം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ 4ാമത്തെ ഗ്രന്ഥമാണ് സംഖ്യാപുസ്തകം എന്ന് പറയുന്ന ഈ ബൈബിളിലെ പുസ്തകം. ഈ സംഖ്യാപുസ്തകത്തിന്റെ പേര് പോലെ തന്നെ വലിയ അർത്ഥവത്തായ സംഖ്യകളുടെ പുസ്തകമായിട്ടാണ് സംഖ്യാപുസ്തകത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രയേലിന്റെ മരുഭൂമിയിലെ ഉഴൽച്ചകളും യുദ്ധങ്ങളും ഒക്കെയാണ് ഈ സംഖ്യാപുസ്തകത്തില് നമുക്ക് തുടർന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇത് മോശ എഴുതിയ 4ാമത്തെ പുസ്തകമാണ്. ഇവിടെ ഇസ്രയേലിന്റെ മരുഭൂമിയിലെ പ്രയാണങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഇതിൽ ഇസ്രായേൽ മക്കളുടെ എണ്ണം 2 പ്രാവശ്യം തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ സംഖ്യ എന്ന് ഈ പുസ്തകത്തെ വിളിക്കുന്നു. അപ്പോൾ സംഖ്യാപുസ്തകം എന്ന പേര് ഈ പുസ്തകത്തിന് വരാനുള്ള കാരണം എന്താണ്? ഇസ്രായേൽ മക്കളുടെ എണ്ണം 2 വട്ടം എണ്ണി തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിനെ സംഖ്യാപുസ്തകം എന്ന് വിളിക്കുന്നത്. സംഖ്യാപുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുദ്ധപ്രാപ്തരായ പുരുഷന്മാരുടെ എണ്ണം മോശ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
തങ്ങളുടെ യാത്രാരംഭത്തിലും 40 വർഷക്കാലത്തെ പ്രയാണത്തിന്റെ അവസാന സമയങ്ങളിലും കുടുംബങ്ങളുടെ കണക്കുകൾ എടുക്കുന്നതായിട്ട് 26-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ പുസ്തകത്തെ സംഖ്യാപുസ്തകം എന്ന് വിളിക്കപ്പെടുന്നത്. 2-ാം അധ്യായത്തിൽ ഇസ്രയേൽ പാളയത്തിന്റെ ക്രമീകരണത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്, ക്രമം കെട്ട ദൈവമല്ല, ക്രമമുള്ള ദൈവമാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്ന ശിക്ഷണവും ക്രമീകരണവുമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? അവരെ പഠിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? ശിക്ഷണവും ക്രമീകരണവും ദൈവം അവരെ പഠിപ്പിക്കുന്നു. ഈ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഒരു ശിക്ഷണവും ക്രമവും ഇല്ലാത്ത വെറും അടിമക്കൂട്ടങ്ങൾ മാത്രമായിരുന്നു ഇത്. നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ പഠിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നതും തുടർമാനമായി നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈജിപ്തിൽ നിന്ന് ഇവരെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ടുവരുമ്പോ ഇവര് വെറുമൊരു അടിമക്കൂട്ടങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായും ക്രമമായും പഠിപ്പിച്ചു. അതില് നമുക്കറിയാം, ശുചിത്വം പഠിപ്പിച്ചു, ക്രമം പഠിപ്പിച്ചു, ശിക്ഷണം പഠിപ്പിച്ചു. ഇതെല്ലാം അവരെ ദൈവം പഠിപ്പിച്ചു കൊണ്ടുവരിക. കാരണം അവർക്കിതൊന്നുമില്ല. അവര് വെറും കുറെ അടിമക്കൂട്ടങ്ങൾ മാത്രമാണ്. അടിമകളായി നടക്കുന്നവർ പ്രത്യേകിച്ച് ക്രമത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യുക എന്നതൊഴിച്ചാൽ വേറെ കാര്യങ്ങളൊന്നും അവർ ചെയ്യേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ക്രമമില്ലായിരുന്നു. എന്നാൽ ദൈവം ഇവരെ എന്ത് ചെയ്തു? ഇവരെ ശുചിത്വം പഠിപ്പിച്ചു, ക്രമം പഠിപ്പിച്ചു, പിന്നെ ശിക്ഷണം പഠിപ്പിച്ചു. ദൈവം എന്ത് ചെയ്യുകയാണ്? അവരെ മുൻപോട്ട് കൊണ്ടുവരികയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളാണിത്. അതായത് ഏതൊരു ക്രിസ്ത്യാനിയും ക്രമമുള്ള ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ധാരാളം വിശ്വാസികളും തങ്ങളുടെ വീടുകളിൽ ശുചിത്വമോ അടുക്കും ചിട്ടയോ ഇല്ലാത്തവരാണ്. തങ്ങളുടെ പണമോ സമയമോ ചെലവഴിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു ചിട്ടയുമില്ല. അവരുടെ സമയം വെറുതെ അവർ ചെലവഴിക്കും. വെറുതെ മൊബൈലിൽ നോക്കി, മൊബൈൽ സ്ക്രോൾ ചെയ്ത് വെറുതെ സമയങ്ങൾ അവർ കളയും. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പണം ചെലവഴിക്കും. ഇതിനൊന്നും ഒരു അടുക്കും ചിട്ടയും അവർക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയെ ബാധിക്കുന്നതാണ്. നാം പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ആത്മീയ വളർച്ച എങ്ങനെ ബാധിക്കും എന്നാണ് നാം പലപ്പോഴും ചോദിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിലുള്ള അനുഭവങ്ങൾ എത്ര വലിയതായിരുന്നാലും ജീവിതത്തിൽ ശിക്ഷണമില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദൈവഭക്തനാകുവാൻ പോലും കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണമുള്ള ജീവിതമായിരിക്കണം. അത്തരം ക്രമീകരണത്തിന്റെ വിശദാംശങ്ങൾ സംഖ്യാപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത്തരം ശിക്ഷണം നമുക്കില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആയിത്തീരാൻ നമുക്ക് കഴിയുകയില്ല. അധികം ആളുകളും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അജ്ഞരാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അവർക്കറിയില്ല. കാരണം അത് പഠിക്കാൻ അവർ തങ്ങളെ തന്നെ ശിക്ഷിതരാക്കിയിട്ടില്ല. ദൈവവചനം പഠിക്കാൻ ദിവസവും നിങ്ങൾ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് യൗവനക്കാർക്ക് ഇതിനു വേണ്ടി ഒരു ശിക്ഷണം ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതിന് ഒരു ശിക്ഷണം ആവശ്യമാണ്. ആ ശിക്ഷണം നമുക്കില്ലെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നും, അല്ലേ? നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്നാൽ ബൈബിൾ വായിച്ചേക്കാം എന്ന് കരുതി നിങ്ങൾ ബൈബിൾ തുറന്നാൽ, ഇതൊക്കെ വളരെ ചുരുക്കം ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത്, എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല, വളരെ ചുരുക്കം പേരെങ്കിലും, എന്നാൽ ബൈബിൾ വായിക്കാം എന്ന് കരുതി ബൈബിൾ എടുത്താൽ അപ്പോൾ തന്നെ അവർ പറയും ഉറക്കം വരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു,
ബൈബിൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഉറക്കം വരും. എന്തൊരു പോരാട്ടമാണ്! ബൈബിള് തുറന്നാൽ ഉറക്കം വരും. ഇത് പോരാട്ടം മാത്രമല്ല, അലസതയുണ്ട്. നമ്മുടെ അലസതയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ ഇങ്ങനെ അലസരായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഒരിടത്തും എത്തില്ലായിരുന്നു. എന്നാൽ അന്ന് അലസത മാറ്റിവെച്ച് പഠിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടുത്തൊരു നിലവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതിന് പിന്നിൽ നമ്മൾ വില കൊടുത്തു. പക്ഷെ ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് അലസതയാണ്, കൂടുതലും ശ്രദ്ധകൾ മാറിപ്പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുന്ന കാര്യത്തിൽ, വചനം വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ശിക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വചനം പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. നമ്മളൊരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ 100 കണക്കിന് ആളുകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. 100 കണക്കിന് ആളുകൾ. അവർക്ക് വചനം പഠിക്കണം, ഭയങ്കര ഉത്സാഹം, ഭയങ്കര ദൈവവേല ചെയ്യണം, ഭയങ്കര ഉത്സാഹത്തോടെയൊക്കെ വന്നു. പക്ഷേ മൂത്ത മാനസാന്തരം 3 ദിവസം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ആവേശമല്ലാതെ തുടർന്ന് അവരെ കാണാൻ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം പഠിക്കാൻ, ദൈവത്തിന്റെ വചനത്തെ സമീപിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിതരാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനം പഠിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. പല ആളുകൾക്കും ദൈവവചനം അറിയില്ല. ഒരു കൂട്ടം ആളുകളുടെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾക്ക് ബൈബിൾ എല്ലാം അറിയാം. ഒരു വിഭാഗത്തിന്റെ വലിയ ചിന്തയാണ്, ഞങ്ങൾക്ക് ബൈബിൾ എല്ലാം കാണാതെ അറിയാം. എന്തറിയാൻ കാണാതെ? ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന ഞാൻ പറയാം. 1-ാം സങ്കീർത്തനം അറിയാം, ശരിയല്ലേ? 23-ാം സങ്കീർത്തനം അറിയാം, ശരിയല്ലേ? പിന്നെ 51 അറിയാം, ശരിയല്ലേ? 121 അറിയാം, ശരിയല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുതിയ നിയമത്തിൽ നിന്ന് കുറെ വാക്യങ്ങളുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് വിരലിൽ എണ്ണി നോക്കിയാൽ ഒരു 10ഓ 20ഓ വാക്യം, അതിൽ കൂടുതലൊന്നും കാണാതെ അറിയില്ല. ബൈബിൾ എന്ന് പറയുന്ന 20ഓ 30ഓ 50ഓ വാക്യത്തിൽ തീരുന്ന ഒരു പുസ്തകമല്ല. ഇത് 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വളരെ ആഴമുള്ള ഒരു കടൽ പോലെ വിശാലമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ അറിയാമെന്ന ഭാവത്തിൽ നമ്മൾ നടക്കുക. എന്നിട്ട് പറയുന്ന മുഴുവനും പൊട്ടവാക്യങ്ങളാണ്, ബൈബിളിൽ ഇല്ലാത്ത വാക്യങ്ങൾ, അല്ലേ? ദുഷ്ടൻ പന പോലെ വളരുമെന്നാണല്ലോ, ദുഷ്ടൻ പന പോലെ വളരുമെന്നാണല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുക. അങ്ങനെയാണല്ലോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ദുഷ്ടൻ പന പോലെ വളരുമെന്ന്? അങ്ങനെ ഒരു വാക്യമേ ബൈബിളിലില്ല. ദുഷ്ടൻ പന പോലെ വളരുമെന്ന് ബൈബിളിൽ വാക്യമില്ല. നീതിമാൻ പന പോലെ വളരും, അവൻ ലെബാനോനിലെ ദേവദാരുക്കൾ പോലെ അവൻ വളരും എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അപ്പോൾ ബൈബിളിൽ ഇല്ലാത്ത കാര്യം പോലും ഉണ്ട് എന്ന് സമർത്ഥിച്ച് നടക്കുക. അതിന്റെ കാരണം എന്താ? ബൈബിൾ പഠിക്കുന്നില്ല, ബൈബിൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ എത്ര വാക്യങ്ങൾ, പറയുന്ന പല വാക്യങ്ങളും, അറിയാമെന്ന് അവകാശപ്പെടുന്ന പല വാക്യങ്ങളും തെറ്റായിട്ടാണ് പലരും ഉച്ചരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഈ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ആ വാക്യം മിക്കവാറും എല്ലാവർക്കും കാണാതെ അറിയാം. പക്ഷെ മിക്കവാറും 99% ആളുകൾ ആ വാക്യം തെറ്റിച്ചാ പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വാക്യമേ ബൈബിളിലില്ല. ബൈബിളിലുള്ള വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇങ്ങനെയാണ് ആ വാക്യം കിടക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു ചിന്തയുണ്ട്. എന്നാൽ ഇത് പലതും തെറ്റിച്ചാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറന്നു പോകരുത്. യേശു ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗത്ത് യേശു അവളോട് പറയുന്നു, ആ മലയിലുമല്ല. ഉടനെ നമ്മൾ പറയും ഈ മലയിലുമല്ല. അങ്ങനെ ഒരു വാക്യമില്ല. പലരും അങ്ങനെ ആ വാക്യം പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ മലയിലുമല്ല, യെറുസലേമിലുമല്ല എന്നാണ് യേശു പറയുന്നത്. അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഇവളുടെ ആരാധനാ സ്ഥലം ആ മലയാണ്, യേശുവിന്റെ ആരാധനാ സ്ഥലം യെറുസലേമാണ്. അപ്പോൾ യേശു എന്താ പറയുന്നേ? യഥാർത്ഥ ആരാധന ആ മലയിലുമല്ല, എന്റെ പള്ളിയിലുമല്ല, അതായത് യെറുസലേമിലുമല്ല. പിന്നെ എവിടെയാ?
ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഈ വലിയൊരു സന്ദേശം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് യേശു ഈ വാക്ക് പറയുന്നത്. പക്ഷെ ആ വാക്യത്തെ പോലും നമ്മൾ തെറ്റിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയാം ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, മലയിലും അല്ല എന്നും പറഞ്ഞ് നമ്മൾ വാക്യം പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഇങ്ങനെയൊന്നും അല്ല. ബൈബിൾ യഥാർത്ഥമായി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് സമയം ചെലവഴിക്കണം, അതിന് വില കൊടുക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ വചനം പഠിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയാണ് ദൈവവചനം പഠിക്കേണ്ടത്, എങ്ങനെയാണ് വചനത്തെ സമീപിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ദൈവവചനത്തിന് വേണ്ടി വില കൊടുക്കാതെ ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ദൈവവചനം പഠിക്കാൻ അവർ തങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശിക്ഷിതരാക്കണം. ദൈവവചനം പഠിക്കാൻ ദിവസവും ബുദ്ധിമുട്ട് സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഈ ലോകത്തിന്റെ ഒരുപാട് ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെതായ ഒരുപാട് ആകുലതകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം ഇടയിൽ ദൈവത്തിന്റെ വചനം വരിക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ മുഴുവൻ ഹൃദയത്തിനകത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം ദൈവത്തിന്റെ വചനത്തെ അകത്തേക്ക് നിറയ്ക്കാൻ. അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കാൻ തയ്യാറായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം ധന്യമായി മാറും. നമുക്കറിയാം, ഉദാഹരണമായി 7-ാം അധ്യായത്തിൽ നേതാക്കന്മാരുടെ വഴിപാടുകളെ കുറിച്ച് പറയുന്നിടത്ത് തളികകളുടെയും കിണ്ണങ്ങളുടെയും ഒക്കെ തൂക്കങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവർത്തനങ്ങളും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് വഴിപാടുകളിലെ ഓരോ ചെറിയ കാര്യങ്ങളെ പോലും ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. വഴിപാടുകളിലെ ഓരോ ചെറിയ ചെറിയ കാര്യം പോലും ദൈവം വളരെ ശ്രദ്ധിക്കുന്നു. വ്യത്യസ്തരായ 10 പേർ ഒരേ വസ്തു തന്നെ വഴിപാടായി നൽകിയെന്ന് വരാം. എന്നാൽ ഓരോ വ്യക്തിയും ദൈവത്തിന് വിലയേറിയവരാകിയാൽ ദൈവം ഓരോന്നും വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ദൈവം ഓരോ വ്യക്തിയെയും താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലുള്ളത് കൊണ്ട് അവരിൽ ഒരുവനെ പോലെ സ്വയം കരുതി ഇന്നത്തെ ലോകത്തിൽ മുങ്ങി നടക്കാൻ വളരെ എളുപ്പമാണ്. എന്നിരുന്നാലും ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നു, പ്രത്യേകമായി കരുതുന്നു. ഇതിൽ നമുക്ക് ധൈര്യപ്പെടാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ദൈവവചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ആഴമുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അത് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിലയുള്ളതാക്കി മാറ്റുകയാണ്. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 40-41 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 1 മാസം പ്രായമുള്ള ആണായ ആദ്യജാതന്മാരുടെ ഒക്കെ എണ്ണം നോക്കാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു. അതിന്റെ കാരണം അവരൊക്കെ മിസ്രയീമിൽ വെച്ച് മരണത്തിന് കീഴടങ്ങേണ്ടതായിരുന്നു. അവരെ ദൈവം തന്റെ കരുണയാൽ രക്ഷിച്ചതാണ്. അതുകൊണ്ട് അവർ ദൈവത്തിനുള്ളവരാണ്. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളിലെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി അവർക്ക് പകരം ലേവ്യരെ തനിക്കായി എടുക്കാനും ഇസ്രായേൽ മക്കളുടെ കന്നുകാലികളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെ എടുക്കാനും കൽപ്പിച്ചു. അങ്ങനെ മോശെ ആദിജാതന്മാരെ എണ്ണി മൊത്തം 22,273 പേർ എന്ന് കണ്ടു. തുടർന്ന് ലേവ്യരെ എണ്ണി. 43-ാം വാക്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. 43-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. അപ്പോൾ അവരുടെ ലേവ്യരെ എണ്ണുമ്പോൾ ലേവ്യരുടെ എണ്ണം 22,000 മാത്രമായിരുന്നു. ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞ് ശേഷിച്ച 273 ആദ്യജാതന്മാർക്കായി ഒരു വീണ്ടെടുപ്പ് വില നൽകുവാൻ ദൈവം കൽപ്പിച്ചു. 46-47 വാക്യങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവത്തിന്റെ വകയാകേണ്ട ഇസ്രായേല്യരുടെ ആദ്യജാതന്മാർക്ക് പകരം
ദൈവം തനിക്കായി ലേവ്യരെ എടുത്തു. അങ്ങനെ ലേവി ഗോത്രം മുഴുവൻ കർത്താവിന്റെ വകയായി. കർത്താവ് അവരോട് കൽപ്പിച്ചു, നിങ്ങൾക്ക് ദേശത്ത് അവകാശമൊന്നും ഉണ്ടായിരിക്കില്ല, ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ അവകാശം. കണ്ടോ, അവിടെ നോക്കൂ, ആ ലേവി എന്ന ആ ഗോത്രത്തെ മുഴുവനായി ദൈവം എടുക്കുകയാണ്. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് മാത്രമായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. ലേവി ഗോത്രം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. 4-ാം അധ്യായത്തിൽ ലേവി പുത്രന്മാർക്ക് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകൾക്കുള്ള ഉത്തരവാദിത്വം ദൈവം നൽകി. സ്വന്തം മക്കളെ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകൾക്കായി ലേവി അല്ല നിയോഗിച്ചത്, ദൈവമായിരുന്നു നിയോഗിച്ചത്. അവരെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. പ്രിയരെ, നമ്മുടെ മക്കൾക്കായി ശുശ്രൂഷ തെരഞ്ഞെടുക്കേണ്ടത് നാമല്ല. പല മാതാപിതാക്കളും മക്കളെ നിർബന്ധിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നതും അവരെ നിർബന്ധിക്കുന്നതും ഒക്കെ ഈ കാലത്തിൽ കാണുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നാം അല്ല അവരെ തെരഞ്ഞെടുക്കേണ്ടത്, ദൈവം തെരഞ്ഞെടുക്കണം. ഏതെങ്കിലും ശുശ്രൂഷകൾ നമ്മുടെ മക്കൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയും. പക്ഷേ ദൈവം തന്നെ അവരെ വ്യക്തിപരമായി വിളിച്ച് ശുശ്രൂഷകൾ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കുഞ്ഞൊരു ശുശ്രൂഷകനാകണമെന്ന്, അവൻ സുവിശേഷ വേല ചെയ്യണമെന്ന്, അവൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവരെ നിയോഗിക്കേണ്ടത് നമ്മളല്ല, അവരെ നിയോഗിക്കേണ്ടത് ദൈവമാണ്. ലേവി പുത്രന്മാർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്ന് കൽപ്പിച്ചത് ദൈവമാണ്. ലേവിക്ക് 3 മക്കളുണ്ടായിരുന്നു, കെഹാത്ത്, ഗർശോം, മെരാരി. ലേവിയുടെ 3 മക്കളാണ് കെഹാത്ത്, ഗർശോം, മെരാരി. ഇങ്ങനെ 3 മക്കളുണ്ടായിരുന്നു. അഹറോന്റെ മക്കളായ നാദാബും അബീഹൂവും അന്യാഗ്നി കത്തിച്ചതിനാൽ മരണപ്പെട്ടു എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കാര്യമാണ്. അവർക്ക് ദൈവ ശുശ്രൂഷയ്ക്കുള്ള മെച്ചപ്പെട്ട അവകാശങ്ങൾ സമാഗമന കൂടാരത്തിൽ ലഭിക്കുമായിരുന്നു. എന്നാൽ അവരതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. കെഹാത്ത്, ഗർശോം, മെരാരി എന്നിവർ കൂടാരഭാഗങ്ങൾ ചുമലിലേറ്റിക്കൊണ്ടു പോകുന്ന ശുശ്രൂഷയായിരുന്നു അവർ ചെയ്തു വന്നിരുന്നത്. ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ ഏറ്റവും വിശുദ്ധമായ ജോലികൾ ചെയ്തിരുന്നത് ഈ കുടുംബങ്ങളാണ്. ഇവിടെ നിന്ന് നാം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ദൈവത്തിന്റെ അജ്ഞതകളെ ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ ആജ്ഞകളെ ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല. ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങളെ ഗൗരവം കുറച്ച് കാണാൻ നമുക്ക് കഴിയില്ല. ദാവീദിന്റെ കാലത്ത് ഉസാ ദൈവത്തിന്റെ പെട്ടകം താഴെ വീഴുമെന്ന് കരുതി കയറി പിടിച്ചപ്പോൾ അവന് മരണം സംഭവിച്ചു. കാരണം അവൻ ലേവി ഗോത്രക്കാരനായിരുന്നില്ല. മനസ്സിലാക്കുക, ദൈവം അധികാരപ്പെടുത്തിയത് ആരെയായിരുന്നു? ദൈവത്തിന്റെ പെട്ടകം ചുമക്കാൻ അധികാരപ്പെടുത്തിയത് ലേവി ഗോത്രക്കാരെയായിരുന്നു. പക്ഷേ സത്യത്തിൽ നമുക്ക് തോന്നും ഉസ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം പെട്ടകം താഴെ വീഴുമെന്ന് കരുതി ഉസ പെട്ടെന്ന് കയറി പെട്ടകത്തിൽ പിടിച്ചതാണ്. പക്ഷേ അവന് മരണം സംഭവിച്ചു. കാരണം എന്താണ്? ലേവി ഗോത്രക്കാരനല്ലാത്ത ഒരാൾ അതിൽ തൊടാൻ പാടില്ല. അയാൾക്ക് പെട്ടകത്തിൽ തൊടാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ദൈവം നമുക്ക് തന്റെ സഭയിൽ ഒരു ഉത്തരവാദിത്തം നൽകിയിട്ടില്ലെങ്കിൽ നാം അതിൽ കൈവെക്കാൻ പാടില്ല. ചില വിശ്വാസികൾ മറ്റ് സഭകളെ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരിക്കലും ദൈവം പ്രവാചകന്മാരായി വിളിച്ചിട്ടില്ല. മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ, മറ്റൊരാളെ കുറ്റം പറയാൻ ഒരിക്കലും നമ്മളെ ദൈവം വിളിച്ചിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ ശുശ്രൂഷയെ അപമാനിക്കാനോ ഒരാളുടെ ശുശ്രൂഷയെ കുറ്റപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ തുറന്നാൽ ഇതേ കാണാനുള്ളൂ. ഇന്ന ശുശ്രൂഷകൻ ഇന്നത് ചെയ്തു, ഇന്ന വ്യക്തി ഇന്നത് കാണിച്ചു. എന്തൊരു കഷ്ടമാണെന്ന് പറ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി ഇന്ന് ആളുകൾ മുൻപോട്ട് പോവുകയാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഇതൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഏൽപ്പിക്കപ്പെടാത്തവർ ചെയ്യരുത്. അത്തരം കാര്യങ്ങൾ പ്രവാചകന്മാർക്കും മൂപ്പന്മാർക്കും വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ തന്നെ ആളുകൾ മറ്റുള്ളവരുടെ മക്കളെ വിമർശിക്കുമ്പോൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം അവരുടെ പിതാവാണോ? നാം അവരുടെ മാതാവാണോ? അല്ലെങ്കിൽ നാം അതിൽ നിന്ന് ഒഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കാൻ
നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലാ മക്കളുടെയും പിതൃത്വമോ മാതൃത്വമോ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നാം നമ്മുടെ മക്കളെ വിമർശിച്ചാൽ മതി, മറ്റുള്ളവരുടെ മക്കളെ എന്ത് ചെയ്യേണ്ട? വിമർശിക്കണ്ട. അപ്പൊ നാം മറ്റുള്ളവരുടെ മക്കളെ വിമർശിക്കുമ്പോൾ ദൈവം നമ്മെ അനുവദിക്കാത്ത മേഖലയിലേക്ക് നാം അതിക്രമിച്ച് കടക്കുകയാണ് ചെയ്യുന്നത്. നാം പെട്ടകം പിടിക്കാൻ പോയ ഉസയെ പോലെയാണ്. പെട്ടകം പിടിക്കാൻ നിയുക്തരായ ആളുകളുണ്ട്. അതാണ് നാം അവിടെ കാണുന്നത്. ഈ 3 കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ 3 പ്രത്യേക ശുശ്രൂഷകൾ ദൈവം നൽകിയിരുന്നു. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 24-ാം വാക്യം, 33-ാം വാക്യം എന്നീ വാക്യങ്ങളിൽ നാം അത് കാണുന്നു. 7:2 ഇസ്രായേൽ പ്രഭുക്കന്മാർ യഹോവയ്ക്ക് ഒരു വഴിപാട് കഴിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരെയും അവരുടെ വഴിപാടുകളെയും ഇവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേൽമൂടിയുള്ള 6 വണ്ടികളെയും 12 കാളകളെയും അവർ അർപ്പിച്ചതായി 3-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 6 വണ്ടികളെയും മേൽപ്പറഞ്ഞ 3 കുടുംബങ്ങൾക്കായി വിഭാഗിച്ചാൽ ഓരോ കുടുംബത്തിനും 2 വണ്ടികൾ വീതം ലഭിച്ചതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അതുപോലെ കാളകളെയും വീതിച്ചാൽ ഒരു കുടുംബത്തിന് 4 കാളകൾ വീതം ലഭിച്ചു എന്ന് കരുതാൻ കഴിയും. എന്നാൽ മോശ അവയെ വിഭജിച്ചത് അങ്ങനെയല്ല. ഗർശോമിന്റെ കുടുംബത്തിന് 2 വണ്ടികളും 4 കാളകളും നൽകി. 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് മെരാരിയുടെ കുടുംബത്തിന് 4 വണ്ടികളെയും 8 കാളകളെയും നൽകി. 8-ാം വാക്യത്തിൽ നമുക്കത് കാണാം. വീണ്ടും മെരാരിയുടെ കുടുംബത്തിന് നൽകിയതാണ് 4 വണ്ടികളും 8 കാളകളും നൽകി. 8-ാം വാക്യം. കെഹാത്യർക്ക് ഒന്നും നൽകിയില്ല. കാരണം പെട്ടകവും മറ്റും ചുമക്കേണ്ടത് അവരായിരുന്നു. നിങ്ങൾ നോക്കൂ, അത് തങ്ങളുടെ ചുമലിൽ വഹിച്ചുകൊണ്ടായിരുന്നു അവർ പോകേണ്ടിയിരുന്നത്. 9-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. മെരാരിയർക്ക് ദൈവം 4 വണ്ടികളെ നൽകി. ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് കെഹാത്യർക്ക് പറയാൻ കഴിയുമായിരുന്നു. ഇന്നും നമുക്കിങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും. ദൈവം തന്റെ ചില മക്കളെ കാറിലും മറ്റ് ചിലരെ സൈക്കിളിലും നടക്കാൻ അനുവദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സൈക്കിൾ മാത്രമുള്ളവർ ദൈവത്തെ ചോദ്യം ചെയ്യാനും പരാതി പറയാനും തങ്ങളുടെ സഹോദരങ്ങൾക്കുള്ളതിനെ മോഹിക്കാനും തുനിഞ്ഞേക്കാം. എന്നാൽ ദൈവം ഒരു തെറ്റും കൂടാതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സർവജ്ഞാനിയായ ദൈവമാണ്. ദൈവത്തിന് ചെയ്യേണ്ടതൊക്കെ, ദൈവം ചെയ്യുന്നതെല്ലാം അത് പൂർണ്ണമായ കാര്യമാണ്. ഇത്തരം കൊച്ചു കാര്യങ്ങളെ നാം ശ്രദ്ധിക്കാതെ കടന്നു പോകരുത്. സംഖ്യാപുസ്തകം വായിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇടയിലുള്ള ഇത്തരം വാക്യങ്ങളെ അവഗണിച്ച് കളയരുത്. ചിലർക്ക് 4 കാറുകളും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും, നമുക്കൊന്നുമില്ലായിരിക്കും. ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോഴുണ്ടാകുന്ന പരിഭവങ്ങളിൽ നിന്നും പരാതികളിൽ നിന്ന് മോചനം നൽകുന്ന സന്ദേശങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഈ പഴയ നിയമ പുസ്തകങ്ങൾ എത്ര പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം നമുക്ക് തന്നത് നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കും. നമുക്ക് ലഭിക്കപ്പെടാത്തതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടരുത്. മറ്റൊരാൾക്ക് ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടരുത്. കേരളീയരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. നമുക്കില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, അടുത്ത വീട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞതല്ല നമ്മുടെ വിഷയം, അടുത്ത വീട്ടിലെ കൊച്ചിന് മാർക്ക് കൂടിയതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെ നോക്കി നമ്മൾ ആകുലപ്പെടുന്നവരാണ്, നമ്മൾ പ്രയാസപ്പെടുന്നവരാണ്. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ആ വിഷയങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും വിവിധ നിയമങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5:2 നാം ഇങ്ങനെ വായിക്കുന്നു: ശവത്താൽ അശുദ്ധനായവനെയും സ്രവക്കാരനെയും കുഷ്ഠരോഗിയെയും
പാളയത്തിന് പുറത്താക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കാം. പുറപ്പാട് 15:26 ദൈവം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സൗഖ്യമാക്കുമെന്നാണ് ചില ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ അതങ്ങനല്ല. ഇവിടെ നാം വായിക്കുന്നത് കുഷ്ഠം സൗഖ്യമാക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവരെ പാളയത്തിന് പുറത്തടച്ചിടുന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ചില പ്രഭാഷകർ ഇങ്ങനെ പറഞ്ഞെന്ന് വരാം, കുഷ്ഠരോഗികൾ സൗഖ്യദായകനായ യഹോവയിൽ ആശ്രയിച്ച് തങ്ങളുടെ സൗഖ്യം അവകാശപ്പെടട്ടെ എന്നവർ പറഞ്ഞേക്കാം. ഒരിക്കലുമില്ല. കുഷ്ഠരോഗികളെ പാളയത്തിൽ നിന്ന് അകലെ അടച്ചിടട്ടെ. ദൈവത്തിന് അവരെ സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നോ? തീർച്ചയായും കഴിയുമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. അവരെ പാളയത്തിൽ നിന്ന് അകലെ അവരെ അടച്ചിടാൻ കൽപ്പിച്ചു. ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം യാഥാർത്ഥ്യ ബോധത്തോടെ വേണം സംസാരിക്കാൻ. നാം സത്യസന്ധരായിരിക്കണം. അല്ലെങ്കിൽ ബലഹീനരായ പല വിശ്വാസികളെയും നാം കുറ്റബോധത്തിലേക്കും ബന്ധനത്തിലേക്കും നയിക്കും. നമുക്കൊരിക്കലും ദൈവത്തെ ഇപ്രകാരമുള്ള ഒരു ഉപദേശക്കൂട്ടിനകത്ത് തളച്ചിടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. വിശ്വാസമുള്ള ആരെയും ദൈവം സൗഖ്യമാക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആർക്കും രോഗിയായിരിക്കേണ്ട ആവശ്യവുമില്ല. ആരെങ്കിലും രോഗിയായി തുടരുന്നു എങ്കിൽ അത് വിശ്വാസമില്ലായ്മ മാത്രമാണ് അതിന്റെ കാരണം. ഇത്തരം അയാഥാർത്ഥമായ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ പല വിശ്വാസികളും അകാല മരണത്തിന് കീഴടങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയിരുന്നു എങ്കിൽ അവർക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയുമായിരുന്നു. ഇത്തരം യാഥാർത്ഥ്യമല്ലാത്ത വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ധാരാളം ഭോഷത്വങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവർ ജീവിക്കുന്നത് വെളിപ്പാടുകളാലല്ല, സ്വന്തം ബുദ്ധിയിലാണ്. ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളിൽ കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണത്തിനായുള്ള നിയമങ്ങളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഇസ്രായേലിയർക്ക് ദൈവത്തോട് അങ്ങനെ അവകാശപ്പെടാനാവില്ല. എങ്ങനെയാ? കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ സൗഖ്യദായകനാണ്, അങ്ങ് കൽപ്പിച്ചല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ഈ കുഷ്ഠരോഗം സൗഖ്യമാക്കണമേ. അവനെ പാളയത്തിൽ നിന്ന് അകലെ അടച്ചിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചു, അവനെ പാളയത്തിൽ നിന്ന് പുറത്താക്കൂ. എന്നാൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില കാരണങ്ങളാൽ ചില രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നില്ല. ഇക്കാര്യം നാം അംഗീകരിച്ച് നമ്മെ തന്നെ താഴ്ത്തുന്നതല്ലേ നല്ലത്. യേശു പറഞ്ഞത് ശ്രദ്ധിക്കൂ. എലീശയുടെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരാരും സൗഖ്യമായില്ല. ലൂക്കോസ് 4:27 ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ യാഥാർത്ഥ്യ ബോധത്തോടെ എഴുതപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. എന്നാൽ ആരെങ്കിലും അവിടെയും ഇവിടെയുമുള്ള തങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം പ്രാധാന്യം നൽകുമ്പോൾ അത് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം പലപ്പോഴും നമുക്കിഷ്ടപ്പെട്ട കുറച്ച് വാക്യങ്ങൾ നമുക്കിഷ്ടപ്പെട്ട ഒരു വേഷൻ ബൈബിളാക്കി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കെപ്പോഴും ആ വാക്യങ്ങൾ മാത്രമായിരിക്കും ഇഷ്ടം. നാം ആ വാക്യങ്ങൾ മാത്രമായിരിക്കും റെഫർ ചെയ്യുക. ആ വാക്യങ്ങൾ അനുസരിച്ചായിരിക്കും നാം മുൻപോട്ട് ജീവിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ 66 പുസ്തകങ്ങൾ നമുക്കുള്ളതാണ്. ഈ എല്ലാ പുസ്തകങ്ങളിലുള്ള ഉപദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നാം വഴിതെറ്റി പോകാതിരിക്കാനും മറ്റുള്ളവരെ വഴിതെറ്റിക്കാതെ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം അതീവ ശ്രദ്ധയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ നാം തെറ്റിപ്പോകാനുള്ള സകല സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതുപോലെ അറിയേണ്ടതുപോലെ നാം പഠിക്കേണ്ടത് അറിയേണ്ടത് ആവശ്യമാണ്. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുകയാണ്, ഒരു വ്യക്തി മറ്റൊരാൾക്ക് പ്രതിശാന്തി നൽകുവാൻ തക്കവണ്ണമുള്ള അതിക്രമമാണ് ചെയ്തതെങ്കിൽ പ്രതിശാന്തി നൽകുമ്പോൾ നഷ്ടമായ മുഴുവൻ തുകയും അവന് നൽകണം. കൂടാതെ അതോടൊപ്പം ആ തുകയുടെ 1/5 കൂടി ചേർത്ത് നൽകണം.
ഇതാണ് നീതി. ആ വ്യക്തിക്ക് തന്റെ ധനം നഷ്ടമായ ആ കാലയളവിലേക്കുള്ള പലിശയും കൂടി ചേർത്ത് നൽകുക. ഈ പ്രതിശാന്തി ദീർഘകാലയളവിലേക്കാണെങ്കിൽ തുക തീർച്ചയായും 20% കൂടും. അതുകൊണ്ടാണ് ബുദ്ധിശാലിയായ കണക്കനായിരുന്ന സക്കായി താൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും ചതിവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? 4 മടങ്ങ് മടക്കി കൊടുത്തോളാം. 1 വർഷത്തേക്ക് 20% കൊടുക്കേണ്ടതെങ്കിൽ കൂട്ടുപലിശ പ്രകാരം 8 വർഷത്തേക്ക് 300% വരെ പലിശയാകുമെന്ന് സക്കായിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ സക്കായി മനക്കണക്ക് കൂട്ടിയപ്പോ സക്കായിക്ക് മനസ്സിലായി താന് 4 മടങ്ങ് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യേശു വിലക്കിയില്ല. കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം ഇതാണ് നീതി. ദൈവത്തിനറിയാം ഇത് നീതിയാണ്. ഇതിനകത്ത് ഒരു അനീതിയുമില്ല എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മളെ ആക്കിയ സ്ഥാനങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. കാരണം ദൈവം നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്നു 5-ന്റെ 11 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അവിശ്വസ്തയായ ഒരു ഭാര്യയുടെ പാപത്തെ എങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നതെന്ന് അവിടെ കാണിക്കുകയാണ്. ഒരുവന്റെ ഭാര്യ വ്യഭിചാരം ചെയ്താൽ പുരോഹിതൻ സമാഗമന കൂടാരത്തിന്റെ നിലത്തെ പൊടി വിശുദ്ധ ജലത്തിൽ കലക്കി അവളെ കുടിപ്പിക്കുകയും തുടർന്ന് അവളുടെ വയർ വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സ്ത്രീ ചെയ്ത കുറ്റം വെളിവാകുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീറയും രഹസ്യത്തിൽ ചെയ്ത കാര്യം ദൈവം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. പുതിയ നിയമത്തിൽ പാപം വെളിപ്പെടുത്തുന്നത് വിശുദ്ധ ജലമല്ല, പരിശുദ്ധാത്മാവാണ് എന്നതാണ് വ്യത്യാസം. അനന്യാസിന്റെയും സഫീറയുടെയും പാപം ആത്മാവ് നൽകിയ വിവേചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആളുകളുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥ ഗ്രഹിക്കാനുള്ള ആത്മിക വിവേചന ശക്തി സഭാ നേതൃത്വത്തിനുണ്ടായിരിക്കണമെന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നാസീർ വ്രതത്തെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ പറയുന്നു. ഈ പദത്തിന് നസറേത്ത്, നസ്രായൻ മുതലായ പദങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പലരും ഈ വാക്കിനോട് ചേർത്ത് നാസീർ വ്രതത്തെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ജീവിച്ചത് കൊണ്ടാണ് യേശുവിനെ നസ്രായൻ എന്ന് വിളിച്ചത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാസീർ വ്രതക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തേക്ക് ദൈവത്തിന് വേണ്ടി മാത്രമായി സ്വമേധയാ സമർപ്പിക്കുന്ന വ്യക്തിയാണ്. ആ കാലത്തിൽ അവൻ തന്റെ മുടി ക്ഷൗരം ചെയ്യാനോ വീഞ്ഞോ മദ്യമോ കുടിക്കാനോ പാടില്ലായിരുന്നു. ശിംശോൻ ആജീവനാന്തം അത്തരത്തിലുള്ള ഒരു നാസീർ വ്രതക്കാരനായിരുന്നു. 2 തരത്തിൽ അവന് തന്റെ മേൽ ശക്തി നഷ്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. 1, തന്റെ മുടി മുറിച്ചു കളയുന്നതിലൂടെ. 2, വീഞ്ഞു കുടിക്കുന്നതിലൂടെ. അവന്റെ ശക്തി അവന്റെ മുടിയായിരുന്നില്ല, അവന്റെ സമർപ്പണമായിരുന്നു. പലപ്പോഴും അവന്റെ മുടിയായിരുന്നു ശക്തി എന്നാണ് പലരും പറയുന്നത്. അവന്റെ മുടിയല്ലായിരുന്നു അവന്റെ ശക്തി, അത് സമർപ്പണമായിരുന്നു.
അവൻ ആ വ്രതം എടുത്ത മനുഷ്യനായിരുന്നു. നാസീർ വ്രതം എടുത്തതിന്റെ ആ ഒരു സമർപ്പണമായിരുന്നു അവന്റെ ശക്തി. മുടി വെട്ടാതിരിക്കുന്നതും വീഞ്ഞു കുടിക്കാതിരിക്കുന്നതും അതിന്റെ ബാഹ്യ അടയാളങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ചെയ്താൽ അവന്റെ ശക്തി ക്ഷയിച്ചു പോകുമായിരുന്നു. എന്നാൽ യേശു ഇത് രണ്ടും ചെയ്തിരുന്നു. കാരണം യേശു ഒരു നാസീർ വ്രതക്കാരനായിരുന്നില്ല. 6-ാം അധ്യായത്തിന്റെ 22-27 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അഹറോനെ ഏൽപ്പിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ ആർക്കെങ്കിലും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അത് ആരോഗ്യവും ധനവും മാത്രമായിരുന്നില്ല, അതിനു മീതെയായിരുന്നു. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ധനവും ആരോഗ്യവും വർദ്ധിപ്പിക്കട്ടെ എന്നായിരുന്നില്ല ദൈവം നൽകിയ അനുഗ്രഹം. മറിച്ച് അതിപ്രകാരമായിരുന്നു: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, സകല ദോഷങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിച്ച് കാക്കട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കരുണയുള്ളവനാകട്ടെ. തന്റെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി തന്റെ പ്രസാദം നിനക്ക് നൽകട്ടെ. നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സമാധാനമുള്ള ഹൃദയവും സമാധാനം നിറഞ്ഞ ജീവിതവും സമാധാനം നിറഞ്ഞ കുടുംബവും നൽകട്ടെ. ഇതിലും വലുതായി അവർക്കൊന്നും ലഭിക്കാനില്ലായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 9-ാം അധ്യായത്തിലാണ്. അവരുടെ ഉഴൽച്ചയും പിറുപിറുപ്പുമാണ് ഇതിൽ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം തന്റെ മക്കളെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും നടത്തിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മരുഭൂമിയിലെ പൊരിവെയിലിൽ മേഘസ്തംഭം അവർക്ക് തണലൊരുക്കി. രാത്രിയുടെ ഇരുളിൽ അഗ്നിസ്തംഭം അവർക്ക് വഴികാട്ടിയായിരുന്നു. മേഘം പൊങ്ങുമ്പോൾ അവർ യാത്രയാകും, മേഘം നിൽക്കുമ്പോൾ അവർ വിശ്രമിക്കും. ചില സമയങ്ങളിൽ മേഘം കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും നിൽക്കുന്നത്, മറ്റു ചില സമയങ്ങളിൽ മാസങ്ങളോളം നിൽക്കും. 19-22 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 19-22 വാക്യങ്ങൾ. ചിലപ്പോൾ മേഘം നിൽക്കുന്നത് ഒരു രാത്രി മാത്രമായിരിക്കും, കാലത്ത് തന്നെ മേഘം പൊങ്ങും. അപ്പോൾ അവർ യാത്ര പുറപ്പെടും. വൈകിട്ട് അവർ പാളയമടിക്കുന്നു, പുലരുമ്പോൾ യാത്ര പുറപ്പെടും. ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആളുകൾ യാത്ര ചെയ്യുന്നത് കുഞ്ഞുകുട്ടികളോടും മൃഗങ്ങളോടും കൂടാരങ്ങളോടും ഒക്കെ കൂടെയാണ്. ഇരുട്ടിക്കഴിഞ്ഞ് മേഘം നിൽക്കുമ്പോൾ കൂടാരമൊക്കെയും നിവർത്തി എല്ലാം വിരിച്ചൊരുക്കി വേണം അവർക്ക് ഉറങ്ങാൻ. ഇതിന് തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. ആ രാത്രി വെളുക്കുമ്പോൾ മേഘം പൊങ്ങും, പുറപ്പെടുക എന്ന അറിയിപ്പുണ്ടാകുന്നു. പെട്ടെന്ന് എല്ലാം കെട്ടിപ്പുറക്കി യാത്രയാവണമല്ലോ എന്ന രോക്ഷം പാളയത്തിൽ എങ്ങും ഉണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവർ മേഘം നിൽക്കുമ്പോൾ ഈ ജനവും നിൽക്കുന്നു. അവർ രാത്രി വിശ്രമിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അതിനുവേണ്ടി തന്നെ എത്രയേറെ മണിക്കൂറുകൾ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഒന്ന് ക്രമീകരിച്ച് ഒന്ന് കിടന്നുറങ്ങി വരുമ്പോഴേക്കും പുറപ്പെടുക എന്ന ശബ്ദം കേൾക്കും. കാരണം മേഘം പൊങ്ങിത്തുടങ്ങും. ആ സമയത്ത് പാളയത്തിൽ എന്തൊരു അസ്വസ്ഥതയായിരിക്കും ഉണ്ടാകുന്നത്. ആളുകൾ ക്ഷീണം പോലും മാറാതെ അവർ യാത്ര തുടരേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെയായിരുന്നു ദൈവം അവരെ ക്ഷമ പഠിപ്പിച്ചത്. അവരുടെ ഓരോ ചുവടിലും തന്നെ അനുസരിക്കാൻ തക്കവണ്ണം തനിക്ക് അസൗകര്യമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ദൈവം പറഞ്ഞാൽ അതിന്റെ ദൈവത്തിന്റെ യഥാർത്ഥ ദാസൻ പരാതി പറയുകയില്ല. നമ്മുടെ അസൗകര്യങ്ങളെ നോക്കി നമ്മൾ ദൈവത്തോട് പിറുപിറുപ്പ് കാണിക്കാൻ പാടില്ല. ദൈവം അവനോട് എവിടെയെങ്കിലും പോകാൻ ആവശ്യപ്പെടുന്നു, അവിടെ എത്തിയാൽ ഉടനെ തിരികെ വരാനും കൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ കൊടുന്നനവേ തന്നെ അവൻ അനുസരിക്കുന്നു. ഇവിടെ കാണുന്ന മേഘസ്തംഭം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ആത്മാവിൽ നിന്ന് ജനിക്കുകയും ആത്മസ്നാനം പ്രാപിക്കുകയും
എന്നാൽ ആത്മാവിനാൽ എല്ലാ ദിവസവും നടത്തപ്പെടാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ എല്ലാ ദിവസവും ആത്മാവിനാൽ നടത്തപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ് റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ശിശുവും പുത്രനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുത്രൻ എന്നാൽ വളർന്ന് പക്വത പ്രാപിച്ചവനാണ്. നിത്യജീവിതത്തിൽ ആത്മാവ് നടത്തുന്നവരാണ് പുത്രന്മാർ. പാളയത്തിൽ കേട്ട പിറുപിറുപ്പിനെയും പരാതിയെയും കുറിച്ച് ദൈവം കർക്കശക്കാരനായിരുന്നു. ഇസ്രായേൽ പാളയത്തിൽ പിറുപിറുത്തവരെയൊക്കെ സംഹരിച്ച് നശിപ്പിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില തിരക്കുകളുണ്ടല്ലോ, ദൈവം അനുവദിക്കുന്ന ചില പുറപ്പാടുകളുണ്ടല്ലോ, ദൈവം അനുവദിക്കുന്ന വേഗത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കളെ ക്ഷമ പഠിപ്പിക്കുകയാണ്. അവർക്ക് നന്നായി ഒന്ന് വിശ്രമിക്കാൻ പോലും അവസരം ലഭിക്കാതെ അവർ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടേണ്ടതായി വരുമ്പോൾ അവർ സത്യത്തിൽ ക്ഷമ പഠിക്കുകയായിരുന്നു. പ്രിയരെ, ഇതൊരു ബുദ്ധിയുപദേശമായിട്ടും മുന്നറിയിപ്പായിട്ടും നമുക്ക് നൽകിയിരിക്കുന്നു. പരാതിയും പിറുപിറുപ്പും നിറഞ്ഞ ഈ ഒരു ലോകത്തിൽ എല്ലാം പരാതിയും പിറുപിറുപ്പും കൂടാതെ ചെയ്യുന്നത് കൊണ്ട് നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൽ പിറുപിറുപ്പും പരാതിയും ഇസ്രായേൽ മക്കളുടെ മുഖമുദ്രയായിരുന്നു. അത്തരമൊരു വ്യക്തിയും കനാനിൽ പ്രവേശിച്ചിട്ടില്ല. പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്കും മറ്റൊരാളെ ജയജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയുകയില്ല. നമ്മുടെ മരുഭൂമിയിലെ ഉഴൽച്ച അവസാനിച്ചു എന്നതിന്റെ വ്യക്തമായ അടയാളം നമ്മുടെ ജീവിതത്തിലെ പിറുപിറുപ്പും പരാതിയും നമ്മുടെ വീട്ടിൽ നിന്നും മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും നീങ്ങി എല്ലാറ്റിനും എല്ലായ്പ്പോഴും നന്ദി പറയാൻ തുടങ്ങി എന്നതാണ്. നേതൃത്വ നിരയിലുള്ള പിറുപിറുപ്പിനെ കുറിച്ച് 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നേതൃത്വ നിരയിലുള്ള പിറുപിറുപ്പിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ വിവാഹം കഴിച്ചിരുന്ന സ്ത്രീയെ സംബന്ധിച്ച് അഹറോനും മിര്യാമും മോശയെ വിമർശിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. മോശ ചെയ്തിരുന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് അവർക്ക് മോശയോട് അസൂയയായിരുന്നു എന്നതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. മിര്യാം മോശയേക്കാൾ 12 വയസ്സും അഹറോൻ 3 വയസ്സും മൂത്തതായിരുന്നു. തങ്ങളുടെ ഇളയ സഹോദരൻ ഇസ്രായേലിന്റെ നേതാവും പ്രവാചകനുമാകുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർക്ക് കീഴ്പ്പെടുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവം മോശയെ തെരഞ്ഞെടുത്തത് അവൻ ഭൂമിയിൽ വെച്ച് ഏറ്റവും താഴ്മയുള്ള വ്യക്തി ആയിരുന്നതിനാലാണ്. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്കത് കാണുന്നു. ആ വാക്യം ആദ്യ ബൈബിളുകളിൽ ബ്രാക്കറ്റിലായിരുന്നു എഴുതിയിരുന്നത്. കാരണം അത് മോശ എഴുതിയതായിരുന്നില്ല, പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടതായിരുന്നു. പക്ഷേ യോശുവയായിരിക്കാം അത് എഴുതിയിരിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അവർക്ക് മോശയെ വിമർശിക്കാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദരല്ലാത്ത അന്യജാതിക്കാരിയെ വിവാഹം ചെയ്തു എന്ന ഒരേ ഒരു കാര്യം. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ അത് കേട്ടു. തന്റെ അഭിഷിക്തന്മാർക്കെതിരെ ആളുകൾ സംസാരിക്കുന്നത് കർത്താവ് കേൾക്കുന്നുണ്ട്. ദൈവം അവരെ വിളിച്ച് അവരോട്, നിങ്ങളുടെ പ്രവാചകന്മാരോട് ഞാൻ ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും സംസാരിക്കുന്നു. എന്നാൽ മോശയോട് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖമായിട്ടത്രേ മോശയോട് സംസാരിക്കുന്നു. ഇവിടെ ദൈവം വ്യക്തമാക്കുന്നത് ഇതാണ്: ദർശനങ്ങളിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ സംസാരിക്കുന്നതിനേക്കാൾ ഉയർന്ന അനുഭവമാണ് ദൈവം നമ്മോട് നേരിട്ട്
സംസാരിക്കുന്നത്. എങ്കിലും അനേക വിശ്വാസികളും ചിന്തിക്കുന്നത് ദൈവം തങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ദർശനവും സ്വപ്നവും കാണുന്ന ഒരു പ്രവാചകന്റെ അനുഭവമാണ് ഉയർന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകനേക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ ആരെന്നറിയാം? ദൈവം നേരിട്ട് സംസാരിക്കുന്നവർ. അവരാണ് മെച്ചപ്പെട്ട ആത്മീയർ. അതായത് പ്രവാചകന്മാരാണ് മെച്ചപ്പെട്ട ആത്മീയർ എന്ന് പലരും കരുതുന്നു. ദൈനംദിന ജീവിതത്തിൽ ആത്മാവ് നടത്തുന്നതാണ് സ്വപ്നവും ദർശനവും കാണുന്നതിനേക്കാൾ ഉയർന്ന ഒരവസ്ഥ. തന്റെ ദാസനെ വിമർശിച്ചതിന് അഹരോനോടും മിര്യാമിനോടും ദൈവം കോപിച്ചു. സമാഗമന കൂടാരത്തിന് മുകളിൽ മേഘം അപ്രത്യക്ഷമായി. മിര്യാം പെട്ടെന്ന് കുഷ്ഠരോഗം ബാധിച്ചവളായി തീർന്നു. താൻ വിമർശിച്ച മോശ സൗഖ്യത്തിനായി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു. ബൈബിൾ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. അതൊരു പുതിയ നിയമകൽപ്പനയാണ്, പഴയതല്ല. മോശ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പുതിയ നിയമ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കൂ, മോശയെ കുറ്റപ്പെടുത്തി, മോശയുടെ കുറവുകൾ അവരുയർത്തിക്കാട്ടി. ദൈവത്തിന് അത് ഇഷ്ടമായില്ല. എന്ത് സംഭവിച്ചു? അവൾക്ക് കുഷ്ഠരോഗം ബാധിക്കപ്പെട്ടു. എന്നാൽ മോശ എന്ത് ചെയ്തു? അവളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അല്ലെ? ഈ പുതിയ നിയമകൽപ്പനയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ ദൈവം ന്യായപ്രമാണത്തെ കുറിച്ചും പറയുന്നുണ്ട്. അല്ലേ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെ ഇതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സത്യത്തിൽ മോശ ഈ പ്രമാണത്തിന് കീഴിലുള്ളയാളല്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചുപദ്രവിക്കാം എന്നൊരു നിലയിലുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ മോശ അത് ചെയ്തില്ല. മോശ ചെയ്തത് എന്താണ്? അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോശ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമത്തിന്റെ നിലവാരത്തിൽ ജീവിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. അതായത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ യേശു പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് അവരിപ്പോഴും പഴയ നിയമ പ്രമാണങ്ങളിലാണ് പല കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. എന്നാൽ പഴയ നിയമകാലത്ത് പുതിയ നിയമത്തിന്റെ നിലവാരത്തിൽ ജീവിച്ചിരുന്നവരും ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇവിടെ മോശയെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൃപയ്ക്ക് അതീതരായവർ പുതിയ നിയമകാലത്തിലെ നിലവാരമാണ്. തങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ ജയിക്കുമെന്ന് ബൈബിൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം പാപത്തെ ജയിക്കാത്തവർ പഴയ നിയമ നിലവാരത്തിലാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അധികം വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ പാപത്തോട് പരാജയപ്പെട്ടവരാണ്. മിര്യാം ഒരു പാഠം പഠിക്കുവാൻ തക്കവണ്ണം അവളെ പാളയത്തിന് പുറത്ത് 7 ദിവസം അടച്ചിടണമെന്ന് ദൈവം കൽപ്പിച്ചു. അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ കാര്യം അറിയുകയില്ല. തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ വരാതെ വണ്ണം സൂക്ഷിക്കുകയുമില്ല. മത്സരിക്കുന്ന ഏവർക്കും മാതൃകയായി അവർ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇത് ചെയ്തു. മിര്യാം ശിക്ഷാവിധി കഴിഞ്ഞ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുകയില്ല എന്നൊരു പാഠം പഠിച്ച് തിരികെ വന്നു. ഇതിനു ശേഷവും പാളയത്തിൽ പലരും ഈ പാഠങ്ങൾ പഠിച്ചില്ല. നാം അതിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ഇതേ പുസ്തകത്തിൽ തന്നെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിര്യാമിന് ദൈവം നല്ലൊരു പാഠം കൊടുക്കുകയായിരുന്നു. എന്തായിരുന്നു? ഞാൻ തെരഞ്ഞെടുത്തവനെ നീ കുറ്റം വിധിക്കരുത്, അവന്റെ കുറവുകൾ നീ പറയരുത്, അത് നിനക്ക് ശാപമായി മാറുമെന്ന് മിര്യാമിനെ ദൈവം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ദൈവത്തിനെതിരായ മത്സരത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാന്റെ അതിരായ കാദേശ് ബർണയിലേക്ക് വരികയാണ്. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് 2 വർഷമായിരുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് പോയി കൈവശമാക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചു. അങ്ങനെ 12 ഒറ്റുകാരെ ഇസ്രായേൽ ദേശം ഉറ്റുനോക്കാനായി അയക്കുകയാണ്.
12 പേരും മടങ്ങി വന്ന് ആ ദേശം എത്ര നല്ലതാണ് എന്ന് പറഞ്ഞു. പക്ഷേ 10 പേർ ആ ദേശം നമുക്ക് കൈവശമാക്കാൻ കഴിയുകയില്ല, കാരണം ആ ദേശത്ത് അതികായന്മാരായ മല്ലന്മാർ താമസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 2 പേർ, യോശുവയും കാലേബും, അവരോട് വിജയിച്ച് ആ മല്ലന്മാരെ കീഴടക്കാൻ നമുക്ക് കഴിയും, യഹോവ നമ്മെ സഹായിക്കും എന്ന് ഈ 2 പേർ മാത്രം പറയുകയാണ്. എന്നാൽ 6 ലക്ഷം വരുന്ന ഇസ്രായേൽ പുരുഷന്മാർ ആ 2 പേരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു, ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? ഒന്നാമതായി, ഭൂരിപക്ഷത്തെ അനുഗമിക്കുന്നത് അപകടകരമാണ്. പ്രിയമുള്ളവരെ, 12 പേർ കനാൻ നാട്ടിലേക്ക് കടന്നുപോയി, ദേശം ഒറ്റുനോക്കാൻ പോയതാണ്. 12 പേരും മടങ്ങി വന്നു. അതിൽ 10 പേര് പറഞ്ഞു, നമ്മൾ ആ ദേശം കൈവശമാക്കില്ല, കാരണം അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, ശക്തന്മാരായ ആളുകളുണ്ട്, നമുക്കൊരിക്കലും ആ ദേശം കൈവശമാക്കാൻ കഴിയില്ല. എന്നാൽ 2 പേർ, ആ 2 പേർ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളും കണ്ടത് അനാക്യ മല്ലന്മാരെ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്കൊന്നുറപ്പുണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദേശം നമുക്ക് കൈവശമാക്കാൻ കഴിയും. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഭൂരിപക്ഷത്തിന്റെ കൂടെ ആളുകൾ ചേർന്നു. 6 ലക്ഷത്തിൽ പരം ആളുകൾ അവര് പറഞ്ഞു, ഈ 10 പേര് പറയുന്നതാണ് ശരി, നമുക്കൊരിക്കലും ആ ദേശം കീഴടക്കാൻ കഴിയില്ല എന്ന് അവരോട് ചേർന്നു എന്ന് പറഞ്ഞു. പക്ഷെ 2 പേര് പറഞ്ഞു, ഇല്ല, ദൈവം നമുക്ക് വാഗ്ദത്തം തന്നതാണ്, നമ്മൾ ആ ദേശം കൈവശമാക്കും. നോക്കൂ, ഭൂരിപക്ഷത്തെ അനുഗമിക്കുന്നത് അപകടകരമാണെന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. ഭൂരിപക്ഷം യാതൊരു പരിവർത്തത്തിനും വിധേയമാകാതെ വണ്ണം അവർ തെറ്റിലാണ് നിലനിൽക്കുന്നത്. ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവുമാണ്. യേശു പറഞ്ഞു, ഭൂരിപക്ഷം എപ്പോഴും നാശത്തിലേക്കുള്ള വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ നിങ്ങൾ ഭൂരിപക്ഷത്തെ അനുഗമിച്ചാൽ നിങ്ങൾ അറിയാതെ വിശാല വഴിയിലൂടെ നാശത്തിലേക്ക് പോകുന്നവരാകും. വലിയ ഒരു സഭ ആത്മീയമായ സഭയാണെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല. യേശുവിന്റെ സഭ നോക്കൂ, യേശുവിന്റെ സഭയിൽ 12 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും അതിലൊരുവൻ കള്ളനായിരുന്നു. ഒരു വശത്ത് 10 നേതാക്കന്മാർ ഒരേ കാര്യം പറയുന്നു, അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യം മറ്റ് 2 പേർ പറയുന്നു. നാം ആയിരുന്നെങ്കിൽ ആരുടെ കൂടെ നിന്നേനെ? ദൈവം ഇവിടെ 2 പേരുടെ, ആ 2 പേരുടെ കൂടെ ആയിരുന്നു, യോശുവയുടെയും കാലേബിന്റെയും കൂടെ ആയിരുന്നു. സാത്താനും മറ്റ് 10 പേരുടെ കൂടെ, ആ 6 ലക്ഷം പേരുടെ കൂടെ സാത്താനും ഉണ്ടായിരുന്നു. അവിശ്വാസമായിരുന്നു അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്നു. ഇസ്രായേലിയർ തങ്ങളുടെ ദോഷത്തിൽ ഭൂരിപക്ഷത്തോടൊപ്പം നിന്നതുകൊണ്ട് 38 വർഷക്കാലം മരുഭൂമിയിൽ ചുറ്റി നടക്കേണ്ടതായി വന്നു. ദൈവം ആരോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേചന ശക്തി അവർക്കുണ്ടായിരുന്നില്ല. എത്ര വലിയ പുരുഷാരത്തിന് മുൻപിലും ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടെ നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. കാരണം ആള് കുറവായിരിക്കാം, ഭൂരിപക്ഷം ഉണ്ടാവില്ല, വലിയ ജനത്തിരക്കുകൾ ഉണ്ടാകില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ദൈവം പറയുന്ന കൽപ്പനയനുസരിച്ച്, ദൈവിക വാഗ്ദത്തത്തിനനുസരിച്ച് മുൻപോട്ട് നടന്നു നീങ്ങുന്ന ആളുകളുടെ കൂടെയാണ് ദൈവമക്കൾ നിൽക്കേണ്ടത്. പുറപ്പാട് 32 പാളയം മുഴുവനും കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നു, അത് മോശയായിരുന്നു. അന്ന് അത് കാണാൻ കഴിവുണ്ടായിരുന്നത് ലേവി ഗോത്രത്തിന് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ദൈവം യോശുവയോടും കാലേബിനോടും കൂടെ നിൽക്കുന്നത് കാണാൻ ലേവി ഗോത്രത്തിനും കഴിഞ്ഞില്ല. ഇതൊക്കെ ഈ കാലത്ത് നമുക്ക് വലിയ പാഠങ്ങളാണ്. ക്രൈസ്തവ ലോകം മുഴുവനും ഒത്തുതീർപ്പും ലോകമയത്വവും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങുമിങ്ങും ചിലരെ മാത്രം
ദൈവം ഒത്തുതീർപ്പ് കൂടാതെ ദൈവവചന സത്യങ്ങൾക്കായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിവേചന ശക്തി ഉണ്ടെങ്കിൽ ദൈവം ആ കുറച്ചു പേരോടുകൂടി നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ഭൂരിപക്ഷത്തിനെതിരെ ആ കുറച്ചു പേരോടൊപ്പം നിൽക്കുകയും ചെയ്യും. നിങ്ങൾ അവരോടൊത്ത് വാഗ്ദത്ത ദേശം കൈവശമാക്കുകയും ചെയ്യും. എങ്ങനെയാണ് ദൈവം കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? അവൻ വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവനായിരിക്കും. യോശുവയും കാലേബും വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. നമുക്ക് ജയിക്കാൻ കഴിയും. നമുക്ക് കോപം, ലൈംഗിക തൃഷ്ണ, അസൂയ, പിറുപിറുപ്പ്, ദ്രവ്യാഗ്രഹം മുതലായ മല്ലന്മാരെ അപ്പോൾ ജയിക്കാൻ കഴിയും. നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയും. ദൈവം സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയും. അതാണ് ദൈവം കൂടെ നിൽക്കുന്ന മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ. നമുക്ക് സുപരിചിതരായ അനേകം ആളുകൾ ഉണ്ടായിരിക്കാം. ചില ആളുകളുമായി നാം സംസാരിക്കുമ്പോൾ തന്നെ അവർ നെഗറ്റീവ് വാക്കുകളുടെ കൂമ്പാരമായിരിക്കും. അത് നടക്കില്ല, അത് ശരിയാകില്ല, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നന്നാകില്ല. അവർക്ക് എപ്പോഴും പറയാനുള്ളത് ഇത് മാത്രമായിരിക്കും. ഏതാ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതൽ അവൻ ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ പറയില്ല. അവൻ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളെ പറയുള്ളൂ. എത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നിട്ടും പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിട്ടും അവൻ പറയും, ഇല്ല, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ഇതിനകത്തുനിന്ന് കയറി വരും, ഈ പ്രതിസന്ധിക്ക് നമ്മളെ തകർക്കാൻ കഴിയില്ല. അതിന് പിന്നിലെ കാരണം എന്താ? ദൈവം നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഒരു ചെറിയ വാഗ്ദത്തത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ പറയില്ല, നിങ്ങൾ പോസിറ്റീവ് വാക്കുകൾ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു ചെറിയ വാഗ്ദത്തത്തെ നിങ്ങൾ പിടിക്കണം. അതിനെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ബൈബിൾ പഠിച്ചാൽ വഴിതെറ്റിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യം പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പാടുകളാണ്. അതുകൊണ്ടാണ് യേശു മുക്കുവരായിരുന്ന തന്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചത്. ഗമാലിയേലിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും പോലെയുള്ള പ്രൊഫസർമാരെയല്ല യേശു തെരഞ്ഞെടുത്തത്. പിൽക്കാലത്ത് ദൈവം ഗമാലിയേലിന്റെ ഒരു ശിഷ്യനെ വിളിച്ചു, പൗലോസിനെ. എന്നാൽ കർത്താവിന് പൗലോസിനെ 3 വർഷം മരുഭൂമിയിൽ താമസിപ്പിക്കേണ്ടതായി വന്നു. വെളിപ്പാടുകൾ ലഭിക്കാൻ തക്കവണ്ണം അറിവുകളുടെ അഹങ്കാരത്തിൽ നിന്ന് അവനെ ഒന്നുമില്ലായ്മയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം തന്റെ ശക്തിയെ അവിശ്വസിച്ച ആ ഇസ്രായേല്യരോട് ദൈവത്തിന് കോപമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഇതൊന്നും അല്ല ദൈവത്തിന് വേണം, അല്ലേ? യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നോക്കൂ. യേശു മുക്കുവന്മാരെ വിളിച്ചു. സമൂഹത്തിൽ വലിയ വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളെ യേശുവിന് വിളിച്ചുകൂടായിരുന്നു. അന്ന് ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിലിരുന്ന് പഠിച്ച മിടുക്കന്മാരായ ഒരുപാട് ആളുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അവരിൽ നിന്നൊരു 12 പേരെ യേശുവിനെ തെരഞ്ഞെടുത്താൽ പോരായിരുന്നു. പക്ഷേ യേശു അങ്ങനെയല്ല തെരഞ്ഞെടുത്തത്. ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് പഠിച്ച പൗലോസിനെ ദൈവം വിളിച്ചിട്ട് നീ പഠിച്ചതുപോലെയൊക്കെ ചെയ്യ് എന്നല്ല പറഞ്ഞത്. പൗലോസിനെ യേശു മാറ്റിയിരുത്തി. അവനെ കർത്താവിന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവന്റെ കഴിവും അവന്റെ അറിവും അവന്റെ മിടുക്കുകളും ഒന്നുമല്ല എന്ന് അവനെ ബോധ്യം വരുത്തിയിട്ട് ദൈവം അവനെ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമുക്കറിയാം. തിരുവത്താഴ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം പൗലോസ് പറഞ്ഞൊരു വാക്കാണ്. അതിങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. പൗലോസ് എങ്ങനെയാ ഇത് മനസ്സിലായത്? പൗലോസിനോട് ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? യേശുവിന്റെ ശിഷ്യന്മാരാരെങ്കിലും ആണോ ഇത് പോയി പറഞ്ഞു കൊടുത്തത്? ഒരിക്കലുമല്ല. ദൈവം നേരിട്ട് പൗലോസിനോട് ഇടപെട്ടു.
3.5 വർഷക്കാലത്തെ യേശുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ എന്തായിരുന്നു എന്നും യേശുവിന്റെ ഉപദേശങ്ങൾ എന്തായിരുന്നു എന്നും ദൈവത്തിൽ നിന്ന് പൗലോസ് നേരിട്ട് പഠിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിയോ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ദൈവത്തിന്റെ വചനം പഠിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടും. എനിക്കറിയാവുന്ന ഒരു പിതാവുണ്ടായിരുന്നു. 99 വയസ്സോളം ആ മനുഷ്യന് പ്രായമുണ്ട്. നല്ല ആരോഗ്യവാനായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ 99ാമത്തെ വയസ്സിലാണ് ആ മനുഷ്യൻ വിശ്വാസത്തിൽ വരുന്നത്. അദ്ദേഹം നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ബൈബിൾ വായിക്കണം, എനിക്ക് ബൈബിൾ വായിക്കണം, എനിക്ക് ബൈബിൾ പഠിക്കണം, അതിനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ മനുഷ്യൻ ബൈബിൾ വായിക്കുന്നത്. അദ്ദേഹം ഒരിടത്തും പോയി പഠിച്ചതല്ല. അദ്ദേഹം ഒരു ദിവസം ബൈബിൾ തുറന്നു. ആ മനുഷ്യൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല വായിക്കാൻ, പക്ഷേ അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അദ്ദേഹം ബൈബിൾ വായിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ബൈബിൾ വായന ഞാൻ കേട്ടിട്ടുണ്ട്. വെടിപൊട്ടുന്ന ശബ്ദത്തിൽ. 1000 പേരിരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ പോലും ഒരു മൈക്കിന്റെ ആവശ്യമില്ല മനുഷ്യൻ. അത്ര ശബ്ദത്തിലാണ് അദ്ദേഹം ബൈബിൾ വായിക്കുന്നത്. മാത്രമല്ല, ഒരു ചെറിയ തെറ്റുപോലും അദ്ദേഹം വരുത്തില്ലായി. കൊച്ചു പിള്ളേരൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ തെറ്റു വരുമ്പോൾ ആ പിതാവ് ഉറക്കെ വിളിച്ചു പറയും, ആ വാക്യം അങ്ങനെയല്ല, ആ വാക്യം ഇങ്ങനെയാണെന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയും. ബൈബിളിനോട് ഭയങ്കര എരിവുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു ആ മനുഷ്യൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവോ മിടുക്കോ വിദ്യാഭ്യാസം ഒന്നും ദൈവത്തിന് വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഇതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കും. ഓക്കെ, മടങ്ങി വരാം. അപ്പോൾ പൗലോസിന്റെ അഹങ്കാരത്തിൽ നിന്ന് അവനെ ഒന്നുമില്ലായ്മയിലേക്ക് ദൈവത്തിന് കൊണ്ടുവരാൻ, തന്റെ ശക്തിയെ കൊണ്ടുവരാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. തന്റെ ശക്തിയെ അവിശ്വസിച്ച ആ ഇസ്രായേല്യരോട് ദൈവത്തിന് കോപമുണ്ടായി. എന്റെ തേജസ്സും ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള ആ പുരുഷന്മാർ എല്ലാവരും ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശം കാണുകയില്ല. നോക്കൂ, ദൈവം പറയുകയാണ്, എന്നെ 10 പ്രാവശ്യം പരീക്ഷിച്ച ഈ പുരുഷന്മാരെല്ലാവരും മരിക്കും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നു. 10 പ്രാവശ്യം എന്നത് ഒരു അതിശയോക്തി പ്രയോഗമായിരുന്നില്ല. അവർ ശരിക്കും 10 പ്രാവശ്യം തന്നെ ദൈവത്തോട് മത്സരിച്ചു. ആ 10 മത്സരങ്ങളുടെ പട്ടിക നമുക്ക് നോക്കാൻ കഴിയും. 1, ചെങ്കടലിലേക്കുള്ള വഴിയിൽ മിസ്രയീം സൈന്യം പിന്തുടർന്നപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുക്കുന്നു. 2, മാറയിൽ വെള്ളം കയ്പായപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3, സീൻ മരുഭൂമിയിൽ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ നമുക്ക് അവരുടെ പിറുപിറുപ്പ് കാണാൻ കഴിയുന്നുണ്ട്. 4, മന്ന പിറ്റേ ദിവസത്തേക്ക് അവർ സൂക്ഷിച്ചു വെച്ചപ്പോൾ ഇത് സംഭവിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 5, ശബത്ത് ദിവസം മന്നെ അന്വേഷിച്ചു പോയപ്പോൾ ഈ പിറുപിറുപ്പ് സംഭവിക്കുന്നു, മത്സരം സംഭവിക്കുന്നു. 6, രഫിദീമിൽ വെള്ളം കുടിക്കാനില്ലാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് മത്സരിക്കുന്നതായിട്ട് നമ്മൾ കാണും. 7, കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അവർ ദൈവത്തോട് മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 8, താബേരിൽ വെച്ച് അവർ പിറുപിറുത്തപ്പോൾ. 9, ഇറച്ചി ആവശ്യപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്ത് മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. 10, കനാനിലേക്ക് പ്രവേശിക്കാൻ വിസമ്മതിച്ചപ്പോൾ നമുക്ക് ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 9 പ്രാവശ്യം ദൈവം അവരോട് ക്ഷമിച്ചു. എന്നാൽ അവർ അവിടുത്തെ ദൈവത്തിന്റെ കരുണയെയാണ്
മുതലെടുത്തത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ കരുണയെ അവർ മുതലെടുത്തപ്പോൾ ദൈവം 10ാമത്തെ പ്രാവശ്യം അവരോട് പറഞ്ഞു, ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, ഇനി ഞാൻ സംസാരിക്കാതിരിക്കില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രതികരിക്കും. ഇനി നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ ദേശം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവകാശമാക്കുകയില്ല. നിങ്ങൾ നോക്കൂ, 9 പ്രാവശ്യം ദൈവം അവരോട് ക്ഷമിച്ചു. പക്ഷേ ഈ ക്ഷമ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? മുതലെടുത്തുകൊണ്ടിരുന്നു. ഇന്ന് നാം കാണുന്ന അനേകം വിശ്വാസികളെ പോലെ 9 പ്രാവശ്യം കൊണ്ട് സൗജന്യം അവസാനിക്കുമെന്ന് അവർ കരുതിയില്ല. 10ാം പ്രാവശ്യവും മത്സരിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചില്ല. ദൈവം അവരെ ശിക്ഷിച്ചു. അവർക്ക് മടങ്ങി വരാൻ പിന്നെ വഴിയുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ ശിക്ഷയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ മടങ്ങി വരാൻ ആഗ്രഹിച്ചു. 1 പ്രാവശ്യവും കൂടി തങ്ങൾ അവസരം ചോദിച്ചു. എന്നാൽ വൈകിപ്പോയിരുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയുന്നു. അനേക വിശ്വാസികളും തങ്ങൾക്ക് ജയജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരുന്നതായി ഒരു ദിവസം അവർ കണ്ടെത്താനിടയായി തീരും. കാരണം അവർ നിരന്തരമായി ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് പിറുപിറുത്ത് ആ നിത്യത അവർ നഷ്ടപ്പെടുത്തി കളയാൻ. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കോരഹിന്റെ മത്സരത്തെ കുറിച്ചാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. മോശയ്ക്കെതിരായി മത്സരിച്ച മിര്യാമിനെ പാളയത്തിന് പുറത്ത് 7 ദിവസം അടച്ചിട്ടപ്പോൾ കോരഹ്, ദാദാൻ, അബീരാം എന്നിവർ ഒരു പാഠം പഠിച്ചു കാണുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ബുദ്ധിയുള്ള മനുഷ്യൻ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും. ഭോഷൻ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇസ്രായേലിൽ നല്ലൊരു പങ്കും അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചിരുന്നു. പക്ഷേ കോരഹും ദാദാനും അബീരാമും ഇവർ പഠിച്ചില്ല. ദൈവം അവരെ ജീവനോടെ പാളയത്തിലേക്ക് അയച്ചു. ഇവിടെ നോക്കൂ, മിര്യാമിന് സംഭവിച്ച ആ ദുരന്തത്തിൽ നിന്ന് അവര് പഠിക്കാൻ തയ്യാറായില്ല. അത് അവർക്ക് ദോഷമായി ഭവിക്കുവാനിടയായി തീർന്നു. ഇസ്രയേലിൽ നല്ലൊരു പങ്കും അതിൽ നിന്നൊരു പാഠം പഠിച്ചിരുന്നു. ഏതിൽ നിന്ന? മിര്യാമിന് വന്ന ഈ അനുഭവത്തിൽ നിന്ന്. പക്ഷേ ഇവിടെ 3 പേരെ കുറിച്ച് ബൈബിൾ പറയുകയാണ്. കോരഹ്, ദാദാൻ, അബീരാം. ഇവർ പാഠം പഠിച്ചില്ല. ദൈവം അവരെ ജീവനോടെ പാതാളത്തിലേക്ക് അയച്ച് അവരെ ശിക്ഷിച്ചു. ജീവനോടെ സ്വർഗത്തിലേക്ക് പോയ 2 പേരെ നമുക്കറിയാം, ഹാനോക്കും ഏലിയാവും. ഇവിടെ ജീവനോടെ പാതാളത്തിലേക്ക് പോയ ഒരേ കൂട്ടരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരേ ഒരു കൂട്ടര് മാത്രം. തുടക്കത്തിൽ 4 പേരുണ്ടായിരുന്നു മോശയ്ക്കെതിരായ മത്സരത്തിൽ. കോരഹ്, ദാദാൻ, അബീരാം, ഓൻ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. പിറ്റേന്ന് കാലത്ത് വന്നുകൂടാൻ മോശ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് രാത്രിയിൽ ഓൻ മാനസാന്തരപ്പെട്ട് മത്സരത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ അവൻ തന്റെ കുടുംബത്തെ മത്സരത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിച്ചു. ദാദാനെയും അബീരാമിനെയും വേറിട്ട് കൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചു. അവർ നിഗളിച്ച് മത്സരം കടിപ്പിച്ചു. മോശയെ കാണാൻ പോലും അവർ കൂട്ടാക്കിയില്ല. തങ്ങളുടെ കുടുംബത്തിന്റെയും നാശം അവർ ഉറപ്പിച്ചു. പിറ്റേന്ന കാലത്ത് ആ 3 പേരും മത്സര മനോഭാവത്തോടെ മോശയുടെ അടുക്കൽ വന്നു. 24-ാം വാക്യത്തിൽ നമ്മളത് വായിക്കും. കോരഹിന്റെയും ദാദാന്റെയും അബീരാമിന്റെയും കൂടാരങ്ങളെ വിട്ടുമാറി നിൽക്കുവാൻ യഹോവ ജനത്തോട് കൽപ്പിച്ചു. ജനമനുസരിച്ചു. അവിടെ തുടർന്ന് ഭയങ്കരമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതിനെക്കുറിച്ച് 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 26-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. കോരഹിന്റെ മക്കൾ ആ കൂട്ടത്തിൽ മരിച്ചില്ല
എന്ന് നാം കാണുന്നു. അവർ ഒരുപക്ഷെ പ്രായപൂർത്തിയായ മക്കളായിരുന്നിരിക്കാം. അവരും കൂടാരത്തിന് പുറത്ത് നിന്നവരുടെ കൂട്ടത്തിലായിരുന്നിരിക്കാം. തുടക്കത്തിൽ പിതാവിന് സമീപമായിരിക്കാം അവർ നിന്നത്. എന്നാൽ മത്സരികളുടെ കൂടാരത്തിന് സമീപത്ത് നിന്ന് മാറി നിൽക്കാൻ ദൈവം ജനത്തോട് കൽപ്പിച്ചപ്പോൾ അവരും മാറിപ്പോയി. അവർ ഒരുപക്ഷെ തങ്ങളുടെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കാം: ഡാഡി, ഞങ്ങൾ താങ്കളെ പോലെയല്ല, മോശയോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ മോശയുടെ പക്ഷത്തേക്ക് ഓടി. ചില സമയത്ത് മക്കൾ മാതാപിതാക്കളെക്കാൾ വിവേചന ശക്തിയുള്ളവരായിരിക്കാം. ആ മത്സരികളും അവരോടൊപ്പം 14,700 പേരും നശിച്ചു. നോക്കുക, അവര് മാത്രമല്ല, അവരോടൊപ്പം 14,700 പേരും നശിച്ചു പോയി. അങ്ങനെ അവർ നശിച്ചു പോയതിനെ ചൊല്ലി ഇസ്രായേൽ മക്കൾ മോശയെ പഴിച്ചു. 16-ാം അധ്യായത്തിന്റെ 41 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ദൈവഭക്തനെതിരെ മത്സരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ ഗുരുതരമായ ഒരു കാര്യമാണ്. സമുദായ നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുന്നത് പോലെയല്ല. അത് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ദാവീദിന്റെ കാലത്ത് ദേവാലയത്തിലെ സംഗീത പ്രമാണിമാർ കോരഹിന്റെ മക്കളുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കോരഹിന്റെ മക്കളുടെ പിന്മുറക്കാരായിരുന്നു. അവരാണ് 42, 49 സങ്കീർത്തനങ്ങളിലും 84-ാം സങ്കീർത്തനവും ഒക്കെ എഴുതിയത് അവരാണ്. സങ്കീർത്തനം 46-ന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു: ഭൂമി മാറിപ്പോകുന്നതിനെ കുറിച്ചും പർവ്വതങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനെ കുറിച്ചും അത്തരം സംഭവങ്ങളിൽ ശരണമായിരുന്ന ദൈവത്തെക്കുറിച്ചും അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തങ്ങളുടെ പിതാക്കന്മാർ അവസാന നിമിഷത്തിൽ ഓടി മാറി രക്ഷപ്പെട്ടതും അതുകൊണ്ടാണല്ലോ തങ്ങൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും എന്നോർത്താണ് അവർ ഇങ്ങനെ പാടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല 84-ന്റെ 10-ൽ 84-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് പറയുമ്പോൾ തങ്ങളുടെ പിതാവ് കോരഹിന്റെ കൂടാരത്തെയാണ് അവർ അർത്ഥമാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എഴുതിയവരുടെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് സങ്കീർത്തനങ്ങളുടെ അർത്ഥപൂർണത നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. താൻ തന്നെയാണ് അഹരോനെ മഹാപുരോഹിതനാക്കിയതെന്നും അതിനോടാണ് കോരഹും കൂട്ടരും മത്സരിച്ചതെന്നും ദൈവം ഒരിക്കലായി എന്നേക്കുമായി തെളിവ് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം മോശയോട് എല്ലാ ഗോത്ര നേതാക്കളും ഓരോ വടി കൊണ്ടുവരാൻ പറയുക എന്ന് കൽപ്പിച്ചു. 17-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. എല്ലാ ഗോത്ര പിതാക്കന്മാരോടും ഓരോ വടി കൊണ്ടുവരാൻ പറയുക എന്ന് മോശയോട് കൽപ്പിച്ചു. എല്ലാവരും ഓരോ മരക്കൊമ്പ് വെട്ടി ഓരോ വടിയുമായി എത്തണമായിരുന്നു. അഹറോനും ലേവി ഗോത്രത്തെ പ്രതിനിധീകരിച്ച് ഒരു വടി കൊണ്ടുവരേണ്ടിയിരുന്നു. ആ വടികളെല്ലാം സമാഗമന കൂടാരത്തിൽ സൂക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചു. നേരം പുലരുമ്പോൾ താൻ അംഗീകരിച്ച ഗോത്രത്തിന്റെ വടി ഫലം കായ്ച്ചിരിക്കും. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചതായി കണ്ടു. 8-ാം വാക്യത്തിൽ നമ്മളത് വായിക്കും. അങ്ങനെയാണ് ആരാണ് പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന തർക്കം ദൈവം അവസാനിപ്പിച്ചു. ദൈവം തന്റെ ദാസനെ കണ്ടെത്തുന്ന രീതി ഇതാണ്. പുനരുദ്ധാനത്തിന്റെ പ്രമാണത്തിലൂടെ ദൈവം അവനെ കണ്ടെത്തും. നിർജീവമായ ഒരു വടിയിൽ നിന്ന് ജീവനെ ഉളവാക്കിക്കൊണ്ട് ആത്മീക മരണങ്ങൾക്കും നിർജീവാവസ്ഥയ്ക്കും നടുവിൽ ദൈവം തന്റെ ദാസനെ ജീവനോടെ സംരക്ഷിക്കുന്നു. അവരെ ചുറ്റുപാടുമുള്ള ക്രൈസ്തവ ലോകത്തിന്റെ നിർജീവാവസ്ഥയെ ബാധിക്കുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മരണാവസ്ഥയ്ക്ക് നടുവിൽ അഹരോന്റെ വടി പോലെ അവർ ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ അഭിഷേകം പുതിയ പഴങ്ങൾ പോലെ, പുതിയ ഫലങ്ങൾ പോലെ എപ്പോഴും പുതിയതാണ്. ശുശ്രൂഷയിൽ ദൈവദാസന്മാർ സ്ഥിരമായി ഒരു പുത്തൻ ഉണർവ് നിലനിർത്തുന്നത് ഇന്ന് വളരെ വിരളമായിട്ടാണ് കാണുന്നത്. എങ്കിലും ദൈവം അഭിഷേകം നൽകുന്ന ഒരു മനുഷ്യന്റെ അടയാളം അതാണ്.
മരുഭൂമിയിലെ യാത്രയിലുടനീളം അഹരോന്റെ വടി തളിർത്ത് തന്നെയിരുന്നു. 18-ാം അധ്യായം 20-ാം വാക്യം ഒരു മനോഹരമായ വാക്യമാണ്. അവിടെ ദൈവം അഹരോനോട് പറയുന്നു, വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ അവിടെ നിനക്ക് ഒരവകാശവും ഉണ്ടാകരുത്. നിന്റെ ഓഹരിയും അവകാശവും യഹോവയായ ഞാനാകുന്നു. ഇത് തന്നെയാണ് കർത്താവ് നമ്മോടും പറയുന്നത്. ഒരു വീടോ വസ്തുവോ ഉണ്ടാകുന്നത് തെറ്റല്ല. എന്നാൽ അതുമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ ശുശ്രൂഷകനായിരിക്കാൻ ഇല്ല. നിങ്ങൾക്ക് കർത്താവിന്റെ ശുശ്രൂഷകൻ ആയിരിക്കണമെങ്കിൽ വസ്തുവകകളോടുള്ള നിങ്ങളുടെ മനോഭാവം ഇങ്ങനെയായിരിക്കണം. എനിക്ക് വീടുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, പക്ഷെ ഇതൊന്നും എന്റെ സ്വന്തമായിരിക്കില്ല. ഞാൻ അതിനോട് ബന്ധിതനായിരിക്കില്ല. അവയെ എനിക്ക് ഉപയോഗിക്കാം. എന്റെ ഓഹരിയും എന്റെ അവകാശവും എന്റെ കർത്താവായിരിക്കും. വസ്തുക്കളൊക്കെ കർത്താവിന് ഏത് സമയത്തും എടുത്തു കളയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മോശ ശിക്ഷിക്കപ്പെടുന്നത് 20-ാം അധ്യായത്തിൽ ഒരൊറ്റ അനുസരണക്കേടിന് ശിക്ഷിക്കപ്പെടുന്ന മോശയെ നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലേ? മോശ ഒരേ ഒരു അനുസരണക്കേടിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയ്ക്ക് ഒരു വീഴ്ചയുണ്ടാകുകയും അനുസരണക്കേട് സംഭവിക്കുകയും ചെയ്യുന്ന ഈ ഒരൊറ്റ സംഭവം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. തന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തെ അനുസരിച്ചു പോന്ന മോശ തന്റെ ജീവിതാവസാനത്തിങ്കൽ ഒരു തെറ്റു മാത്രം ചെയ്തു. അതിന് വലിയ വില നൽകേണ്ടി വന്നു. കനാനിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഇത് സംഭവിച്ചത് 2-ാം പ്രാവശ്യം ജനം വെള്ളത്തിനായി നിലവിളിച്ചപ്പോഴാണ്. ഈ പ്രാവശ്യം ദൈവം മോശയോട് പാറയെ അടിക്കാൻ ആവശ്യപ്പെട്ടില്ല. പകരം പാറയോട് സംസാരിക്കാനാണ് കൽപ്പിച്ചത്. പാറയോട് കൽപ്പിക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടത്. അതിന്റെ കാരണം ആ പാറ ഒരിക്കലായി ക്രൂശിൽ പിളർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ചിത്രമായിരുന്നു. അതിനുശേഷം ആ മുറിവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കായി നാം ചോദിക്കുക മാത്രം ചെയ്താൽ മതി. ഇതൊരു വലിയ ആത്മീക മർമ്മമാണ്. ഇനി ആ പാറയെ അടിക്കേണ്ടതില്ല. ഇനി ആ പാറയോട് ചോദിക്കുക മാത്രം ചെയ്താൽ മതി. എന്നാല് മോശ കോപിച്ചു, പാറയെ 2 പ്രാവശ്യം അടിച്ചു. ഉടൻ തന്നെ ദൈവം അവനോട് അവൻ കനാനിൽ പ്രവേശിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മളത് വായിക്കും. ഇസ്രായേൽ മക്കൾക്ക് 9 അവസരങ്ങൾ ദൈവം കൊടുക്കുകയും 10-ാമത്തെ മത്സരത്തിങ്കൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ മോശയ്ക്ക് ഒരിളവ് പോലും ദൈവം നൽകിയില്ല. അതെന്തുകൊണ്ടാണ്? നേതാക്കന്മാരിൽ നിന്നും ദൈവം വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനെ പോലെയല്ല ഒരു ശുശ്രൂഷകനെ ദൈവം കാണുന്നത്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അങ്ങനെയാണ് വചനം പറയുന്നത്, അല്ലേ? മോശ ദൈവത്തോട് യാചിച്ചു. 40 വർഷങ്ങൾ കനാനിൽ പ്രവേശിക്കാനുള്ള ഉത്കണ്ഠയും വാഞ്ചയും പേറി നടന്ന വ്യക്തിയായിരുന്നു മോശ. ഇതാ ആ അതിരിങ്കൽ വെച്ച് തന്നെ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഒരു ഇളവും കാട്ടുന്നില്ല. മറ്റുള്ളവരോട് കരുണ കാട്ടാൻ മോശ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവം കേട്ടിട്ടുണ്ട്. എന്നാൽ മോശയുടെ തനിക്ക് വേണ്ടിയുള്ള യാചന ദൈവം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് മോശ സ്വയം താഴ്ത്തുകയും തനിക്ക് വിധിച്ച ശിക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ദൈവം അവന് നല്ലവൻ തന്നെയായിരുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ കൂടുതൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോസ്തലനായ പൗലോസും അത് എടുത്തു പറയുന്നു. നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു, അല്ലെ? വീണ്ടും നാം പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്നവനിട്ട് അടി കിട്ടുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദാസന് ഏറെ അടി കിട്ടും. മാത്രമല്ല വചനം പറയുകയാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായത്. അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും എന്നാണ് ദൈവവചനം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശുശ്രൂഷകരായിരിക്കുന്നവർ കൂടുതൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. 1500 വർഷങ്ങൾക്ക് ശേഷം അവന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് കാലുകുത്താൻ ദൈവം അവസരം കൊടുത്തു. മറുരൂപമലയിൽ അവൻ നമ്മുടെ കർത്താവിനോടൊപ്പം നിൽക്കുമ്പോൾ
അത് സാധ്യമായി. നമുക്കറിയാം, മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, അല്ലേ, 1500 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവസരം കൊടുത്തു. മോശ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തിയ ആദ്യ അനുഭവം അതായിരുന്നു. മത്സരികളായ ഇസ്രയേല്യരോടൊപ്പം ഉള്ളതിനേക്കാൾ എത്രയോ മഹത്തായ പ്രവേശനമാണ് കനാനിലേക്ക് ദൈവം മോശയ്ക്ക് യഥാർത്ഥത്തിൽ കൊടുത്തത്. ഇത് വലിയൊരു മർമ്മമാണ്. മോശ ദൈവത്തെ വിശ്വസിച്ചിരുന്നെങ്കിൽ അവിടുന്ന് തനിക്ക് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ടത് കരുതിയിട്ടുണ്ടെന്ന് അന്നേ അവന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി എല്ലായ്പ്പോഴും നിശബ്ദമായി പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് മോശയെ ദൈവം ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അനുസരണക്കേടിന്റെ കാര്യത്തിൽ ദൈവം തന്റെ ദാസന്മാരോട് എത്ര കർക്കശക്കാരനാണെന്ന് ജനം അറിയേണ്ടിയിരുന്നു. എന്നാൽ മോശയുടെ അനുസരണക്കേട് കാരണം വെള്ളം പുറപ്പെടാതിരുന്നോ? ഇല്ല, വെള്ളം പുറപ്പെട്ടു. ഒരു മനുഷ്യൻ അനുസരണക്കേട് കാട്ടിയാലും അനുഗ്രഹത്തിന്റെ ഒഴുക്കിന് അവന്റെ ശുശ്രൂഷയിൽ കുറവുണ്ടാകില്ല. അതെന്താണ് തെളിയിക്കുന്നത്? അതിന്റെ അർത്ഥം ആ വ്യക്തിയോട് ദൈവത്തിന് പ്രസാദമുണ്ട് എന്നല്ല. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. തന്റെ ദാസന്മാരുടെ അനുസരണക്കേടിനെ കണക്കാക്കാതെയും തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇന്ന് ജഡീകനായ ഒരു ദൈവഭൃത്യന്റെ ശുശ്രൂഷയിൽ നിന്ന് അനുഗ്രഹം ഒഴുകുന്നതായി നിങ്ങൾ കാണുമ്പോൾ അതിന് ദൈവം ജനത്തെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം എന്നോർക്കുക. അല്ലാതെ ആ മനുഷ്യനോടുള്ള സ്നേഹമല്ല. ദൈവം അദ്ദേഹത്തിന് മുൻപിൽ വരുന്ന ജനത്തെ ആദരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം വിടുതൽ നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം അവനെ അംഗീകരിച്ചു എന്നതല്ല അതിന്റെ അർത്ഥം. മോശയോട് ഇടപെട്ടതുപോലെ ആ വ്യക്തിയോട് ദൈവം പിന്നീട് ഇടപെട്ടുകൊള്ളും. യേശു പറഞ്ഞു, വളരെ പേർ അവസാന നാളിൽ എന്റെ അടുക്കൽ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയും. അതൊക്കെ സത്യമാണ് താനും. ആളുകൾക്ക് വിടുതലും സൗഖ്യവും അനുഗ്രഹവും ഒക്കെ ലഭിച്ചു. എങ്കിലും കർത്താവ് ആ പ്രസംഗകരോട് പറയും, നിങ്ങൾ എന്നെ വിട്ടുപോകുക. നിങ്ങൾ പാപത്തിൽ ജീവിച്ചു, വിശുദ്ധിയെ തെരഞ്ഞെടുത്തില്ല. ഇവിടെ നാം കാണുന്നത് ദൈവം പാപത്തിൽ ജീവിക്കുന്ന ജഡീകരായ പ്രസംഗകരെ പോലും ഉപയോഗിക്കുന്നു എന്നാണ്. കാരണം അവിടുന്ന് ജനത്തെ സ്നേഹിക്കുന്നു. 21-ാം അധ്യായത്തിൽ ദൈവം വിഷപ്പാമ്പുകളെ അയച്ച് ഇസ്രായേല്യരെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. ജനം നിലവിളിച്ചപ്പോൾ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു തൂണിൽ എല്ലാവരും കാണത്തക്കവണ്ണം തൂക്കിയിടാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. പിച്ചള സർപ്പത്തെ നോക്കുന്ന വിഷബാധയേറ്റവൻ രക്ഷ പ്രാപിക്കും. യേശു നിക്കോദെമോസിനോട് ഇത് തന്നെ കൊല്ലുവാൻ തൂക്കിയിടുന്ന ക്രൂശിന്റെ പ്രതീകമായിട്ടാണ് ഇത് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. പഴയ പാമ്പായ സാത്താന്റെ കടിയേറ്റവരാണ് നാം എല്ലാം. അവന്റെ വിഷം നമ്മുടെ എല്ലാം സിരകളിൽ പടർന്ന് നാം ദിവസേന ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം വിശ്വാസത്തോടെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുന്നു എങ്കിൽ പാപക്ഷമ മാത്രമല്ല ലഭിക്കുന്നത്, നമ്മുടെ സിരകളിൽ ഒഴുകുന്ന വിഷബാധയുടെ സകല തിന്മകളിൽ നിന്നും കൂടി നാം മോചനം പ്രാപിക്കുകയാണ്. നാം എന്നേക്കുമായി സ്വതന്ത്രരാകും. ബിലയാം ഒരു മുന്നറിയിപ്പാണ്. ബിലയാമിന്റെ സംഭവം നമുക്കറിയാം. 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നാം ബിലയാമിനെ കുറിച്ചാണ് വായിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രധാന വേദഭാഗമാണിത്. ബാലാക്ക് രാജാവ് ഇസ്രായേലിനെ ശപിക്കുവാനായി ബിലയാമിനെ ക്ഷണിക്കുമ്പോൾ ബിലയാം ദൈവഹിതം അന്വേഷിച്ചു. പോകരുതെന്ന് ദൈവം ബിലയാമിനെ വ്യക്തമായി വിലക്കി. എന്നാൽ അവൻ വരുമെങ്കിൽ ധാരാളം ധനവും മാനവും നൽകാമെന്ന് ബാലാക്ക് രാജാവ് ബിലയാമിനെ പ്രലോഭിപ്പിച്ചു. അപ്പോൾ ബിലയാം പറഞ്ഞു, ഞാൻ ദൈവഹിതം ഒന്നുകൂടെ അന്വേഷിക്കട്ടെ, ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. ദൈവഹിതം 2-ാം പ്രാവശ്യം അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു?
ഏത് കാര്യത്തിന്റെയും അവസാനം ആദിയിൽ തന്നെ അറിയുന്ന ദൈവമാണ് പോകരുതെന്ന് വിലക്കിയത്. പക്ഷേ അവന് ധനവും മാനവും ലഭിക്കുന്നു എന്ന് ഓർത്തപ്പോൾ ബിലെയാമിന് താല്പര്യം വർദ്ധിച്ചു. ബൈബിൾ പറയുന്നത് ബിലെയാം അനീതിയുടെ കൂലി കൊതിച്ചു എന്നാണ്. 2 പത്രോസ് 2:15 അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ബിലെയാം അനീതിയുടെ കൂലി കൊതിച്ചു. നമ്മളും ഇത്തരം സാഹചര്യങ്ങളിൽ എത്തിച്ചേരപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ അന്തരംഗത്തിൽ ഒരു ജോലിക്ക് പോകരുതെന്ന് ബോധ്യമുണ്ടാകുന്നു. എന്നാൽ അവിടെ വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നറിയുമ്പോൾ നിങ്ങൾ വീണ്ടും ദൈവഹിതം അന്വേഷിക്കാൻ തയ്യാറാകും. അത്തരമൊരു പ്രലോഭനം, ഒരു പരീക്ഷ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ബിലെയാമിനെ ഓർക്കുക. പ്രതിഫലം കൂടുമ്പോഴോ വലിയ പദവി കാണുമ്പോഴോ ദൈവത്തിന്റെ തീരുമാനങ്ങൾ മാറുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ ഒരു വഴിയിൽ ആഗ്രഹിച്ചാൽ ദൈവം അവനെ അതിനനുവദിക്കും. അതുകൊണ്ടാണ് 2ാം പ്രാവശ്യം ബാലാക്ക് ബിലെയാമിനെ വിളിപ്പാൻ ആളയച്ചപ്പോൾ ദൈവം അവനെ പോകാൻ അനുവദിച്ചത്. അത് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതമായിരുന്നില്ല. ദൈവം ഒരിക്കലും ബിലെയാമിന്റെ സ്വതന്ത്ര ഇച്ഛയെ തടഞ്ഞുകൊണ്ട് തന്റെ ഇഷ്ടം നടപ്പാക്കി ബിലെയാമിനെ ഒരു യന്ത്രമനുഷ്യനാക്കാൻ ആഗ്രഹിച്ചില്ല. ബിലെയാമിന് പോകാൻ ആഗ്രഹമുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, പോവുക. മുടിയനായ പുത്രൻ ദൂരദേശത്തേക്ക് പിതാവ് അയച്ചത് ഇപ്രകാരമായിരുന്നു. ദൈവം നമുക്ക് സ്വതന്ത്രമായ ഇച്ഛയെ നൽകുന്നു. നമുക്കറിയാം, ദൈവം ഒരിക്കലും ആരെയും തടഞ്ഞു വെക്കില്ല. നിർബന്ധിതമായി നീ പോകരുതെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ആ മുടിയനായ പുത്രന്റെ ഉപമ യേശു പറയുമ്പോൾ, മുടിയനായ പുത്രനെ പിതാവ് വിലക്കിയില്ല, പിതാവ് അനുവദിച്ചു. നിനക്ക് പോകണമെങ്കിൽ പോകാം എന്നുള്ള നിലപാട് ആ പിതാവ് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഇച്ഛയെ ദൈവം വിലക്കുകയില്ല. അതിന്റെ മേൽ ദൈവം ഒരിക്കലും നിയന്ത്രണം വെക്കില്ല. എങ്കിലും ദൈവം തന്റെ ദൂതനെ അയച്ച് ബിലെയാമിനെ ഒരിക്കൽ കൂടെ വഴിയിൽ തടഞ്ഞു നോക്കി. ബിലെയാമിന് ആ ദൂതനെ കാണാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ ബിലെയാമിന്റെ കഴുതയ്ക്ക് ദൂതനെ കാണാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? പണത്തോടുള്ള സ്നേഹം ഒരു മനുഷ്യനെ അന്ധനാക്കിയാൽ ആത്മിക സത്യങ്ങൾ അവനേക്കാൾ നന്നായി ഒരു കഴുതയ്ക്ക് ഗ്രഹിക്കാൻ കഴിയും. ആ കഴുത പണത്തെ സ്നേഹിക്കാതിരുന്നത് കൊണ്ട് അതിന് ദൈവദൂതനെ വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നു. ബിലെയാം ഒരിക്കൽ ദൈവത്തെ അറിയുകയും അവിടുത്തെ പ്രവാചകനായി അഭിഷേകം പ്രാപിക്കുകയും ചെയ്തവനാണ്. എന്നാൽ പണത്തോടുള്ള സ്നേഹം അവന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി. കഴുത തന്റെ യജമാനനോട് സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷാ ഭാഷണത്തിന്റെ ആദ്യത്തെ ഉദാഹരണം ബൈബിളിൽ ഇവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കഴുത തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷ വളരെ ഒഴുക്കോടെ സംസാരിക്കുന്നു. അതൊരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ. അതൊരു പ്രകൃത്യാതീതമായ കാര്യമായിരുന്നു. അത് സംശയാതീതമായും ദൈവത്തിൽ നിന്നും തന്നെയായിരുന്നു വന്നത്. അന്യഭാഷാ ഭാഷണത്തിന്റെ ഈ ആദ്യ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്യഭാഷാ ഭാഷണം ആരെയും ആത്മീയരാക്കുന്നില്ല എന്ന സത്യം. ആ അന്യഭാഷാ ഭാഷണത്തിന് ശേഷവും ദൈവിക ശക്തി അനുഭവിച്ച ശേഷവും ആ കഴുത ഒരു വെറും വിഡ്ഢിയായി തന്നെ തുടർന്നു. ഇക്കാര്യം നാം ഓർത്തിരിക്കണം. അതിനുശേഷം ബിലെയാം ഒരു തന്ത്രം മോവാബ്യർക്കും ഉപദേശിച്ചു കൊടുത്തു. ഇസ്രായേലിയരെ നശിപ്പിക്കാൻ ഏറ്റവും മികച്ച ഉപായം അവരുടെ ദൈവത്തെ തന്നെ അവർക്കെതിരെ തിരിക്കുക എന്നതാണ്. ദൈവത്തെ അവർക്കെതിരെ തിരിക്കുവാൻ ഏറ്റവും എളുപ്പമാർഗം അവരുടെ ധാർമ്മിക നിലവാരം നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ സുന്ദരികളായ പെൺകുട്ടികളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അയച്ചു. അവിടുത്തെ പുരുഷന്മാരെ വശീകരിക്കുക. അങ്ങനെ ഇസ്രായേലി പുരുഷന്മാർ അസന്മാർഗികതയിൽ മാത്രമല്ല, ആ പെൺകുട്ടികൾ പാളയത്തിലേക്ക് കൊണ്ടുവന്ന വിഗ്രഹങ്ങളുടെയും വിഗ്രഹാർപ്പിതങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും അവർ വീണുപോയി. 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 2:14 ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും.
ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു. 24,000 ആളുകൾ ബാധയേറ്റു മരിച്ചു. ഇന്നും സാത്താൻ ഈ വിധത്തിലാണ് വിശ്വാസികളെ ദുഷിപ്പിക്കുന്നത്. ബിലെയാമിൽ നിന്ന് നാം സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബാധ തുടങ്ങി മനുഷ്യർ കൊതുക് ചത്തുവീഴും പോലെ ഇസ്രയേൽ പാളയത്തിൽ ചത്തുവീഴുവാൻ തക്കവണ്ണം ബാധ പടർന്നു കയറി. ബിലെയാമിന്റെ തന്ത്രം ഇസ്രയേലിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന ഘട്ടമെത്തിയപ്പോൾ അഹറോന്റെ കൊച്ചുമകനായ ഫിനെഹാസിന്റെ തീഷ്ണത ജ്വലിച്ചു. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളത് വായിക്കും. ഫിനെഹാസ് ഒരു കുന്തമെടുത്തുകൊണ്ട് ഒരു മിദ്യാനിയ സ്ത്രീയെയും കൂട്ടി തന്റെ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഒരു ഇസ്രയേലിന്റെ പിന്നാലെ ചെന്ന് രണ്ടുപേരെയും കുന്തം കൊണ്ട് കുത്തിക്കൊന്നുകളഞ്ഞു. അങ്ങനെ ആ ബാധ കെട്ടടങ്ങി. ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനും വേണ്ടി ഫിനെഹാസ് കാട്ടിയ തീഷ്ണത കാരണമായി ദൈവം അവന്റെ തലമുറയ്ക്ക് ഇസ്രയേലിന്റെ പൗരോഹിത്യം നിത്യമായി ഉറപ്പിച്ചു കൊടുത്തു. തന്റെ നാമത്തിനു വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവരെ ദൈവം മാനിക്കുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും കാരണമായി മറ്റുള്ളവരാൽ തള്ളിക്കളയപ്പെട്ട് ഒറ്റപ്പെട്ടു പോയാലും 26-ാം അധ്യായത്തിൽ 2ാമത്തെ എണ്ണമെടുപ്പാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കൂ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നിൽക്കുന്നവരെ ദൈവം മാനിക്കും. അവരെടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും ദൈവം അംഗീകരിക്കുന്നു. മറ്റുള്ളവർ ഇവരെ തള്ളിക്കളഞ്ഞാൽ പോലും ദൈവം അവരെ ചേർത്ത് നിർത്തും. അതാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇനി 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2ാമത്തെ എണ്ണമെടുപ്പാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ ദൈവം അവരെ 2ാം പ്രാവശ്യവും കാദേശ് ബർണയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് കനാനിലേക്ക് പ്രവേശിക്കാൻ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയായിരുന്നു ദൈവം ഇങ്ങനെ ചെയ്തു. പരാജയപ്പെട്ടവർക്ക് ഇതൊരു വലിയ ഉത്സാഹത്തിന്റെ വചനമാണ്. 10 ലക്ഷം അവസരങ്ങൾ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും വീണ്ടും ക്ഷമിക്കുകയും ജയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്ന ദൈവം. 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിനെ നയിക്കാൻ തനിക്കൊരു പിൻഗാമിയെ നിയമിക്കണമെന്ന് മോശ യഹോവയോട് അപേക്ഷിക്കുന്നത് നാം വായിക്കുന്നു. മോശയ്ക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് പല ക്രൈസ്തവ നേതാക്കന്മാര് ചെയ്യുന്നത് പോലെ മോശ തന്റെ പിൻഗാമിയായി അവരിൽ ആരെയും നിയമിച്ചില്ല. അവനൊരു ദൈവമനുഷ്യനായിരുന്നു. ഒരു രാജകീയ കുടുംബവാഴ്ചയൊന്നും അവൻ സ്ഥാപിച്ചില്ല. അവൻ ദൈവഹിതം അന്വേഷിച്ചു. ഇസ്രയേലിന്റെ നായകനായി യോശുവയെ നിയമിക്കാൻ ദൈവം കൽപ്പിച്ചു. മോശ അങ്ങനെ തന്നെ അനുസരിച്ചു. 28, 29 അധ്യായങ്ങളിൽ യാഗങ്ങളെ സംബന്ധിച്ച് തുടർ പ്രമാണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 30-ാം അധ്യായത്തിൽ സത്യം ചെയ്തതിനെ സംബന്ധിച്ച് പ്രമാണം നൽകിയിരിക്കുന്നു. ഇവിടെ രസകരമായ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. ഒരു പിതാവിന് തന്റെ മകൾ ഭോഷത്വമായി പറഞ്ഞുപോയ ഒരു സത്യത്തെയും ഒരു ഭർത്താവിന് തന്റെ ഭാര്യ അറിവില്ലാതെ മൗഢ്യമായി ചെയ്യുന്ന ഒരു സത്യത്തെയും റദ്ദാക്കാൻ അധികാരമുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ സത്യം ചെയ്യുമ്പോൾ പിതാവോ ഭർത്താവോ അടുത്തുണ്ടായിരിക്കുകയും അത് കേൾക്കുകയും ആ സമയം അതേക്കുറിച്ച് ഒന്നും പറയാതെയും ഇരുന്നാൽ ആ സത്യം നിവർത്തിക്കണം. അത് റദ്ദ് ചെയ്യാൻ പാടില്ല. ഇത് കാണിക്കുന്നത് പിതാക്കന്മാർ എന്ന നിലയിൽ നമ്മുടെ മക്കളുടെ ഭോഷത്വങ്ങളെ തിരുത്തുന്നതിൽ നാം എങ്ങനെ അധികാരം വിനിയോഗിക്കുമെന്നതിലാണ്. അതുപോലെ ഭാര്യമാരെടുക്കുന്ന ഭോഷത്തരങ്ങളിലും അവിവേകങ്ങളിലും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബത്തെ വഴിതെറ്റിക്കുകയും കുഴപ്പത്തിലാക്കുകയും ചെയ്യാതെ ഭർത്താക്കന്മാർ വീടിന്റെ തലയെന്നുള്ള നിലയിൽ തങ്ങളുടെ അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 32-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് രൂബേൻ, ഗാദ് എന്നീ ഗോത്രങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കുന്നുണ്ട്. അവർക്ക് ആടുമാടുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ തങ്ങളുടെ കൂട്ടങ്ങൾക്ക് നല്ല മേച്ചിൽപ്പുറങ്ങൾ
അവർ അന്വേഷിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ യോർദാനിക്കരെ കിഴക്കുവശത്ത് നല്ല പുൽപ്പുറങ്ങൾ കണ്ടെത്തിയപ്പോൾ അവരുടെ സ്ഥിരതാമസത്തിനായി മോശയോട് അനുവാദം ചോദിക്കുന്നു. ഇത് കനാന് പുറത്തുള്ള സ്ഥലമാണ്. അവർ വാഗ്ദത്തം ചെയ്ത ദേശത്ത് പ്രവേശിക്കാനുള്ള ദൈവവിളിയെ നിരസിച്ചു. 40 വർഷത്തെ അലച്ചിലുകൾക്ക് ശേഷവും അവർ ഒരു പാഠവും പഠിച്ചില്ല. ഒരു ജയജീവിതത്തെക്കാൾ തങ്ങളുടെ ബിസിനസിനെയും ധനത്തെയും വലുതായി കാണുന്നവരുടെ കാര്യത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അവരെ അവരുടെ വഴിക്ക് പോകാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ മോശ അവിടെ സ്ഥിരതാമസമാകുവാൻ അവസാനം അവരെ അനുവദിച്ചു. ആത്മീക സമ്പത്ത് ആർജിക്കുന്നതിനേക്കാൾ ലൗകിക സമ്പത്തിന് പ്രാധാന്യം നൽകുന്ന വിശ്വാസികളുടെ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ സുഖാന്വേഷികളായ വിശ്വാസികളോടും കൂടെ ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. അന്ന് മോശ അവരോട് ചോദിച്ചത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്നോ? സംഖ്യാപുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടെയാണ് മോശ സംസാരിക്കുന്നത്. അവർ ഒടുവിൽ കനാൻ പിടിച്ചടക്കാനുള്ള യുദ്ധത്തിൽ പങ്കാളികളാകാം എന്നവർ സമ്മതിച്ചു. എന്നാൽ യുദ്ധാനന്തരം അവർ മടങ്ങി ഇവിടെ യോർദാന് കിഴക്ക് തന്നെ വന്ന് താമസമാക്കും എന്ന് വ്യവസ്ഥ ചെയ്തു. സംഖ്യാപുസ്തകം 35-ൽ ദൈവം 6 സങ്കേത നഗരങ്ങളെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബദ്ധവശാൽ ആരെങ്കിലും കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളുടെ പ്രതികാരത്തിൽ നിന്ന് കൊന്നവന് ഓടി അഭയം പ്രാപിക്കാനുള്ള പട്ടണങ്ങൾ. അബദ്ധവശാലുള്ള മരണവും ആസൂത്രിത കൊലപാതകവും ഒരുപോലുള്ള കുറ്റമല്ല. അത്തരം കുറ്റക്കാർക്ക് ദൈവം അഭയം നൽകുന്നു. അതേസമയം കൊലപാതകൾക്ക് ഇളവില്ലാത്ത ശിക്ഷയും നൽകുന്നു. ദൈവത്തിന്റെ എല്ലാ നിയമങ്ങളിലും മനഃപൂർവമായ പാപത്തോടുള്ള വിട്ടുവീഴ്ചയില്ലായ്മ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മനഃപൂർവമല്ലാത്ത പാപങ്ങളോട് കരുണയുള്ളവനായിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തക പഠനത്തിൽ നാം കണ്ട അതേ കാര്യം നമുക്കിവിടെയും കാണാം. എന്നാൽ മനഃപൂർവമായി എത്രയോ അധികം പാപം ചെയ്ത നമ്മെ ഈ പരിശുദ്ധനായ ദൈവം എത്ര കരുണയോടെ ചേർത്തുകൊണ്ടു എന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ, പ്രിയമുള്ളവരെ. ഇവിടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മനഃപൂർവമായ പാപവും മനഃപൂർവമല്ലാതെ ചെയ്തു പോയ പാപവും. മനഃപൂർവമല്ലാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവം ഇളവുകൾ നൽകുന്നു. മനഃപൂർവമായി ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവം ഒരു ഇളവും നൽകുന്നില്ല എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് എത്രയോ അത്ഭുതകരമായ അവസ്ഥയാണ് ദൈവം നമുക്ക് തന്നത്. നാം അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾക്കും നാം അറിയാതെ ചെയ്ത പാപങ്ങൾക്കും ദൈവം നമുക്ക് ക്ഷമ തന്നു. കാൽവറി ക്രൂശിലെ തന്റെ പുത്രന്റെ യാഗത്തിലൂടെ ദൈവം നമുക്ക് പാപക്ഷമ നൽകി. അതെ, നാം അറിഞ്ഞുകൊണ്ടായിരുന്നു പല പാപങ്ങളും ചെയ്തിരുന്നു. ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പല പാപങ്ങൾക്കും ദൈവം നമുക്ക് മാപ്പ് തന്നു. ദൈവം നമ്മോട് ക്ഷമിച്ചു. അത് ദൈവത്തിന്റെ കരുണയാണ്, പ്രിയമുള്ളവരെ. ആ കരുണയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സംഖ്യാപുസ്തകം ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിന്റെ ക്ലാസ് നമുക്ക് അവസാനിക്കുകയാണ്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് തീരുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. നിങ്ങൾ ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും കൃത്യമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. നോട്ട്സ് കൃത്യമായി റെഫർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. അതിനോട് ചേർത്ത് നോട്ട്സ് നിങ്ങൾ വായിക്കുക. പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുക. എന്നിട്ടും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആകുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവരോട് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഈ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. തുടർമാനമായി ഈ ദൈവവചനം പഠിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടരുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ബൈബിൾ ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.
ഗോഡ് ബ്ലസ് യു.